നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതാണ്. നാം നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടേണ്ടതും ഏറ്റവും അധികം ഓർമ്മപ്പെടുത്തേണ്ടതുമായ വിഷയം കർത്താവിൻ്റെ മടങ്ങിവരവ് സംബന്ധിച്ചാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നതായ ഒത്തിരി സംഭവങ്ങൾ ഓരോ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ കഴിയുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട, യഥാർത്ഥമായി ദൈവവചനം മനസ്സിലാക്കുന്ന ഒരു ദൈവപൈതൽ ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും കലങ്ങുകയല്ല ചെയ്യുന്നത്, പകരം ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം നമ്മുടെ കർത്താവിൻ്റെ കാഹളം മേഘത്തിൽ മുഴങ്ങുവാൻ അധികം വിദൂരമല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവിനായി നാം ഏത് നിലയിലൊക്കെ ഒരുക്കപ്പെടണമെന്നുള്ളത് കഴിഞ്ഞ ദിനങ്ങളിൽ ഇന്നലെയും ഒക്കെയായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം ഇന്നലെ വായിച്ച വേദഭാഗം 2 തെസ്സലോനിക്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യവും പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 5:10 നമ്മൾ ഇന്നലെ പ്രാരംഭത്തിൽ കുറിവാക്യമായി വായിച്ചു വെച്ചത്. തെസ്സലോനിക്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ ശക്തമായി ദൈവസഭയോട് പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ അഥവാ ദൈവം ഞങ്ങളുടെ അഥവാ അപ്പോസ്തലന്മാരുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ലേഖനങ്ങളിലെല്ലാം പലപ്പോഴും കാണുന്ന പ്രധാനപ്പെട്ട ചില പദപ്രയോഗങ്ങളുണ്ട്. അതിലൊന്ന് സഹോദരന്മാരെ എന്ന പ്രയോഗമാണ്. ഒട്ടുമിക്ക ലേഖനങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് വലിയ ആഴങ്ങളുണ്ട്, മർമ്മങ്ങളുണ്ട്. ആവശ്യമെങ്കിൽ പിന്നാലെ പറയാം. അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമാണ് നിങ്ങൾ, നിങ്ങളെ എന്ന് പറയുന്ന പദം. ഈ നിങ്ങൾ, നിങ്ങളെ എന്ന് സംബോധന ചെയ്യുന്നത് ആരെയാണ് എന്ന് ദൈവസഭ മനസ്സിലാക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് വളരെ നല്ലൊരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സാധിക്കും. നിങ്ങളെ എന്ന് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ലേഖനങ്ങൾ സംസാരിക്കുന്നത് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയോടാണ്. അത് ഓരോ ലേഖനത്തിൻ്റെയും തലക്കെട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ദൈവസഭയെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വിളിച്ചതിൻ്റെ പിന്നിൽ അവന് അഥവാ ദൈവത്തിന് 9 ഉദ്ദേശമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു 8-ഉമില്ല, 7-ഉമില്ല, 6-ഉമില്ല, 5-ഇല്ല, 4-ഇല്ല, 3-ഇല്ല, 2-ഇല്ല. ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ ഈ രക്ഷയിലേക്ക് നമ്മളെ വിളിച്ചതിന്. ആ ഉദ്ദേശം ഇതാണ്: നാം എല്ലാവരും കർത്താവിനോടുകൂടെ മഹത്വം പ്രാപിക്കണം. മറ്റൊരു ഉദ്ദേശമില്ല. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ രക്ഷയിലേക്ക് വിളിച്ചത്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കേണ്ടുന്ന ആവശ്യം വന്നതെന്നാണ് ഇന്നലെ നമ്മൾ ചിന്തിച്ചത്. എവിടുന്നാണ് നമ്മൾ തുടങ്ങിയത്? ഉൽപ്പത്തിയിൽ നിന്നാണ് ഇന്നലെ നമ്മൾ തുടങ്ങിയത്. എവിടെ നമ്മൾ എത്തി? അപ്പോസ്തല പ്രവൃത്തി വരെ എത്തി. ഉൽപ്പത്തിയിൽ നമ്മൾ തുടങ്ങി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യന് സംഭവിച്ച വീഴ്ചകളും, അവിടെ നിന്ന് ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം, ഒന്നുകൂടി പറഞ്ഞാൽ ആദാം ദൈവത്തിൻ്റെ മകൻ എന്നെഴുതപ്പെട്ട സ്ഥാനത്ത് നിന്ന് പുത്രത്വം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോയ മനുഷ്യനെ തിരിച്ച് കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം പോരാ, ഏതു സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിങ്കൽ അടുത്തു വരുവാൻ, അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നുകൊണ്ട് അവൻ ഏദനിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ പുത്രത്വം യേശുക്രിസ്തുവിലൂടെ തിരിച്ചു തരുന്ന സ്വർഗീയ പദ്ധതിയുടെ പേരാണ് സുവിശേഷം എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ ചിന്തിച്ചു. ആ പുത്രത്വം മനുഷ്യനും തിരികെ നൽകുവാൻ ദൈവം ചെയ്ത പദ്ധതികൾ ഇന്നലെ നമ്മൾ ഉൽപ്പത്തി മുതൽ അങ്ങനെ പ്രവാചക പുസ്തകങ്ങളിലൂടെ കടന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ എത്തി നിൽക്കുകയാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞതൊന്നും ആവർത്തിക്കുന്നില്ല. കാരണം കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ചതുപോലെ മീഡിയയിൽ നിങ്ങൾക്കത് കേൾക്കുവാൻ സാധിക്കും. എന്നാൽ നാം ഇന്നലെ ചിന്തിച്ചു നിർത്തിയത് എവിടെയാണ്? കർത്താവായ യേശുക്രിസ്തു സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സാക്ഷാൽ ദൈവം നമ്മിൽ ഒരുത്തനെ പോലെയായി ഇറങ്ങി വന്നു. പാപമൊഴികെ സകലത്തിലും നമ്മെപ്പോലെ ഒരു മനുഷ്യനായി ഇറങ്ങി വന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപത്തിൻ്റെ ശമ്പളം മരണം, ആ മരണമെന്ന ഭീകരമാകുന്ന ശിക്ഷാവിധി സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ജീവപര്യന്തം മരണഭീതിയിൽ ആയിരുന്ന നമ്മെ വിടുവിച്ച് നിത്യജീവന്റെ അവകാശികളാക്കി തീർത്തു.
ഹല്ലേലൂയ. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യഗണത്തെ നാം ഇന്നലെ കണ്ടു. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഉയരത്തിലേക്ക് നോക്കി നിൽക്കുന്ന ശിഷ്യഗണത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതസംഘം അരുളി ചെയ്തു. പ്രവൃത്തി 1:11 എന്താ പറഞ്ഞത്? ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ, ഇതേ യേശുവിനെ, മാറ്റമില്ലാത്ത യേശുവിനെ, സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ യേശു വീണ്ടും വരും. പോകാൻ തയ്യാറുള്ള ചിലരൊക്കെ ഇതിൻ്റെ ഇടയ്ക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അത് കേൾക്കുമ്പോൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടവന് സ്വത്രം പറയാതിരിക്കാൻ കഴിയില്ല, ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു ദൈവപൈതലിന് ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ വകയുള്ള ഒരൊറ്റ ദൂതുണ്ടെങ്കിൽ അത് കർത്താവ് വരുന്നെന്ന് കേൾക്കുമ്പോഴാണ്. വേറെ എന്തിലാണ് നമുക്ക് സന്തോഷിക്കാനിരിക്കുന്നു? വേറെ ഒന്നും സന്തോഷിക്കാനില്ല. കർത്താവിൻ്റെ വരവ്. ആമേൻ. ഞാൻ എപ്പോഴും പറയും, നമുക്ക് ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന പോലെ നാം മരിച്ചു, നമ്മുടെ ജീവൻ ക്രിസ്തുയേശുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കാൻ പറഞ്ഞു. അത് ഞാനെപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്. നമ്മുടെ ഒരു വീടിൻ്റെ പണി നടക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു വീടിൻ്റെ പണി നടക്കുക. ആ പണി തീരുന്നവരെ നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കുക. ആ വാടക വീട്ടിൽ താമസിക്കുന്ന നമ്മൾ സഭയിൽ വന്നാൽ നമുക്ക് പറയാൻ എല്ലാ ആഴ്ചയിലും ഒറ്റ സാക്ഷിയേ ഉണ്ടാകത്തുള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവമക്കളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം, കൃപയാൽ കട്ടള വെച്ചു, അല്ലേ? അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ പറയും, നിങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കൃപയാൽ എന്ത് ചെയ്തു? വാർപ്പ് കഴിഞ്ഞു. ഓരോ ആഴ്ച വരുമ്പോഴും നമുക്ക് പറയാൻ ആ വീടിൻ്റെ പണിയാണ് നമ്മുടെ മനസ്സിൽ. നോക്കൂ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാടക ഉടമസ്ഥൻ വീട്ടിൽ വന്നു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. വാടക വാങ്ങാൻ ഉടമസ്ഥൻ വീട്ടിൽ വന്നു. നമ്മൾ വാടക വീട്ടിലിരിക്കുക. അപ്പോൾ ഉടമസ്ഥൻ വന്നപ്പോൾ ഈ ഉടമസ്ഥൻ ആ വാടക വീടിൻ്റെ ഓരോ ഭാഗത്തെക്കുറിച്ച് വർണ്ണിക്കുക. ഈ സ്റ്റെയർ കേസ് കണ്ടോ? ഇത് തേക്ക. ഞങ്ങളിത് പണ്ട് നിലമ്പൂർ പോയപ്പോൾ അവിടുന്ന് വെട്ടിക്കൊണ്ട് വന്ന തേക്ക, നല്ല തേക്ക എന്നൊക്കെ പറഞ്ഞു ഈ വാടക വീട്ടിനെ കുറിച്ച് പറയുക. ഇത് നമ്മളിങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുകയാണോ? ഇത് ഇറ്റാലിയൻ മാർബിൾസാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പോൾ കോൺട്രാക്ടർ വിളിക്കുക. നമ്മുടെ സൈറ്റിൽ നിന്ന് കോൺട്രാക്ടർ വിളിച്ചിട്ട് ആ പണി നടക്കുന്ന വീടിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിക്കുക. കേൾക്കണേ. ഉടനെ നമ്മൾ ഫോൺ എടുത്ത്, ഹലോ, ആരാ? സാറേ, നമ്മുടെ വീട്ടിൻ്റെ പണിയുടെ അവിടുന്ന് വിളിക്കുന്നത്, ഇന്ന് നമുക്ക് അതിൻ്റെ ടൈലെടുക്കണം, ഇത് പറയാൻ നിൽക്കുമ്പോൾ നമ്മൾ പറയുക, ഞാനിപ്പോൾ ഇച്ചിരി ബിസിയാ, എന്നെ പിന്നെ വിളിക്കുക. ആരുടെ വീടിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത്? നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ആരുടെ വീടിൻ്റെ കാര്യം പറയാനാണ് വിളിച്ചത്? നമ്മുടെ വീടിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഒരാൾ വിളിച്ചതാ. പക്ഷെ നമുക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഈ വാടക വീട്ടിൻ്റെ കാര്യമാണ്, ഇതിൻ്റെ മഹത്വമാണ്, ഇതിൻ്റെ വർണ്ണനയാ എന്ന് പറഞ്ഞ പോലെ ഈ ലോകം ഒരു താൽക്കാലിക വീടാണ്. നമുക്കെപ്പോഴും കേൾക്കാനുള്ളത് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ കർത്താവ് ഒരുക്കുന്ന നല്ല ഭവനത്തെക്കുറിച്ചാണ് കേൾക്കേണ്ടത്. അവിടെ പോകാനാണ് നമ്മൾ വാഞ്ചിക്കേണ്ടത്. അതിൻ്റെ പണി എപ്പോൾ തീരുമെന്നാകണം നമ്മുടെ പ്രാർത്ഥന. പക്ഷെ അത് വിട്ടിട്ട് ഈ ലോകത്തിലെ താൽക്കാലിക ഷെഡിൽ പ്രത്യാശ വച്ചിരിക്കുക. ഈ ഷെഡിനെ കുറിച്ച് പറയാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുക. ഈ ഷെഡിൽ എന്തൊക്കെ കിട്ടും? ഈ ഷെഡിൻ്റെ സ്റ്റെയർ കേസ് ഇന്ന തടി കൊണ്ടുള്ളതാണ്, അത് ഇറ്റാലിയൻ മാർബിളാണ്, ഇതൊക്കെ പറയാം. നമ്മൾ ഈ ലോകത്തിലെ വർണ്ണനകൾ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരിക്കുക. അതിൻ്റെ ഇടയിൽ നിത്യതയെക്കുറിച്ചുള്ള പ്രസംഗത്തിനൊന്നും നമുക്ക് വലിയ താല്പര്യമില്ലാതെ പോകുന്നെങ്കിൽ നമ്മൾ വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കോണം. പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുള്ളൊരു ദൂതാണ് വായിച്ചത്. ഗലീല പുരുഷന്മാരെ, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ തന്നെ യേശു വീണ്ടും വരും. ആമേൻ. ഈ ദൂത് കേട്ട ശിക്ഷകണം പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ മാളികമുറിയിൽ വാങ്ങിപ്പോയത് ഇന്നലെ നമ്മൾ വായിച്ചു. പ്രവൃത്തി 2:1. അവിടെ എത്തിയപ്പോൾ വായിച്ചു, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, അല്ലേ? മാളികമുറിയിലേക്ക് കുറച്ച് പെന്തക്കോസ്തുകാർ വന്നപ്പോൾ എന്നല്ല. പെന്തക്കോസ്തുകാർ കുറച്ച് ട്രാക്റ്റുമായിട്ട് മാളികമുറിയിലോട്ട് കയറിപ്പോയെന്നല്ല, ആണോ? പെന്തക്കോസ്തുകാർ അല്ല, പെന്തക്കോസ്ത് നാൾ വന്നു. പെന്തക്കോസ്ത് ഒരു സംഘടനയല്ല, മതമല്ല. പെന്തക്കോസ്ത് ഒരു അനുഭവമാണ്. എന്നാൽ വേദനയോടെ നമുക്ക് പറയേണ്ടി വരും, പലരും അതിനെ സംഘടനകളാക്കി മതമാക്കി മാറ്റി. പക്ഷെ ഇന്ന് രാത്രി, ആമേൻ, ഞാൻ കുറേ കാലങ്ങളായി
ഈ വിമർശന പരിപാടിയൊക്കെ നിർത്തിവെച്ചിരിക്കുന്ന ഒരാളാണ്. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെത്ര പറഞ്ഞാലും നമ്മുടെ ആളുകൾ ഇങ്ങനെയാണ്. ഇപ്പം ഇന്ന് ഞങ്ങളിവിടെ മുമ്പേ വന്നപ്പം ഇവിടെ ദൈവദാസന്മാർ തമ്മിൽ ജസ്റ്റ് ഒന്ന് സംസാരിച്ചോ പറഞ്ഞു, പെന്തക്കോസ്റ്റിനോട് ടാറ്റ പറഞ്ഞു പോയ ഒരാൾ തട്ടിപ്പ് സൗഖ്യം നടത്തിയത് ഇപ്പോൾ വാർത്തകളിൽ വന്നു, എല്ലാവരും മനസ്സിലായ ആൾ സ്വന്തമായിട്ട് കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് വെച്ച രോഗിയാണെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു ഞങ്ങളിപ്പോൾ സംസാരിച്ചപ്പോൾ. പക്ഷേ ഈ കാര്യം 2015 മുതൽ തലങ്ങും വിലങ്ങും സ്റ്റേജിൽ പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോഴൊക്കെ നിങ്ങളെന്തിനാ കുറ്റം പറയുന്നതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാനതെല്ലാം വിട്ടു, അത്തരം പല കലാപരിപാടികളൊക്കെ നിർത്തി. ശ്രദ്ധിക്കുക. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പെന്തക്കോസ്ത് നിങ്ങൾക്ക് വേദന തോന്നിയാലും ഇല്ലെങ്കിലും ഞാൻ പറയാം, പെന്തക്കോസ്ത് ഒരു സംഘടനയോ മതമോ ആക്കി ആരെങ്കിലും ഒതുക്കിയിട്ടുണ്ടെങ്കിൽ അല്ല, പെന്തക്കോസ്ത് ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ശക്തമായി പറയുന്നു, സംഘടനാ സ്പിരിറ്റ് എന്ന് പറയുന്ന ഭൂതം നിങ്ങളെ ആരെങ്കിലും ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, ആ ഭൂതം എൻ്റെ അകത്തു നിന്ന് ഇറങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കണം. അത്രമാത്രം, അതിനപ്പുറത്തൊന്നും ഞാൻ പറയില്ല. കാരണം നാം ഇന്നല്ലെങ്കിൽ നാളെ പ്രത്യാശ വച്ചിരിക്കുന്ന നിത്യതയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ സ്വന്തം ചർച്ചിൻ്റെ ബോർഡ് നോക്കി നടക്കാൻ തുടങ്ങിയാൽ നാം എത്ര നടക്കേണ്ടി വരും മധ്യാകാശത്തിൽ. അവിടെയെങ്ങും ഒറ്റ ബോർഡുമില്ല എന്ന് നാം തിരിച്ചറിഞ്ഞോണം. കാരണം ഇത് പറയുന്നത് വേദനയോടെയാ. ഒരാൾ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ജോലിക്കായിട്ട് ബോംബെയിൽ ചെന്നു. ബോംബെയിൽ ചെന്നപ്പോൾ നമ്മുടെ ചർച്ച തിരക്ക് ഞാൻ എവിടെല്ലാം പോയെന്നറിയാമോ? നമ്മുടെ ചർച്ച അവിടെ ഇല്ല. ഞാൻ ചോദിച്ചു, പിന്നെ എവിടെ പോയി? നമ്മുടെ ചർച്ചില്ല, പിന്നെ എവിടെ പോകാനാ? റൂമിൽ പോയി കുത്തിയിരുന്നു പ്രാർത്ഥിച്ചെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർച്ച എന്ന് പറഞ്ഞാൽ പുള്ളി ഉൾപ്പെട്ട് നിൽക്കുന്ന സംഘടനയുടെ ബോർഡില്ലെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ആരാധിച്ചില്ല പോലും. എത്ര കഷ്ടമാ. അതുകൊണ്ട് ഞാൻ പറയാം, പെന്തക്കോസ്ത് ഒരനുഭവമാണ്. എന്താണ് അനുഭവം? വില കൊടുത്ത പിതാക്കന്മാരുടെ അനുഭവം, ചോര കൊടുത്ത അനുഭവം, അവരിറങ്ങിയ അനുഭവങ്ങൾ. ഇന്ന് ഞാൻ ഈ അമേരിക്കയിൽ 2015 വന്ന കാലം മുതൽ എനിക്ക് ഈ പട്ടണത്തിൽ, ഈ വലിയ പട്ടണത്തിൽ ഏറ്റവും കൂടുതൽ സൗഹൃദമുള്ളത് പ്രായമുള്ള അപ്പച്ചന്മാരോട് അമ്മച്ചിമാരോടാണ്. അവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവരോടിരുന്ന് സംസാരിക്കാൻ എനിക്കിഷ്ടമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവരെപ്പോഴും പറയും, ഞങ്ങളെ ഒരു കാലത്ത് കൊടുത്ത വിലയുടെ ഫലമാ ഇന്ന് ഞങ്ങളുടെ മക്കൾ ഇവിടെ ഈ പട്ടണത്തിൽ ഇരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇച്ചിരി നേരം ചോദിക്കണം, എന്നാ വിലയാ കൊടുത്തേ? അവർ പറയും, ഈ പുസ്തകം എടുത്ത് ഇറങ്ങിയപ്പോൾ കുടുംബക്കാരെ വിട്ടു, ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഒരു പെട്ടിയെടുത്ത് 2 കൊച്ചു കുഞ്ഞുങ്ങളെയും കൈക്ക് പിടിച്ച് തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്ന് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നറിയാതെ നിന്ന ഉഴന്നൊരു സമയം. അന്ന് ഈ പുസ്തകം ഞങ്ങൾ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ തലമുറ മാനിക്കപ്പെട്ടെന്ന്. ഒറ്റ വാക്കിൽ അത്രയും മാത്രം ഞാൻ പറയാം. ബാക്കി പറയാൻ നിങ്ങൾക്കുണ്ടല്ലോ അനുഭവങ്ങൾ. അങ്ങനെയെങ്കിൽ പറയാം, ഇതൊരു അനുഭവമാണ്. പെന്തക്കോസ്ത് ഒരു മതമോ സംഘടനയോ ആയിട്ട് ആരെങ്കിലും മാറ്റിയെങ്കിൽ ഞാൻ വേദനയോടെ പറയുന്നു, പെന്തക്കോസ്ത് ഒരു സംഘടനയല്ല. സംഘടനകളെ നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി കുറ്റങ്ങൾ കണ്ടെത്താൻ കഴിയും. ഞാൻ അതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, ഇന്ന് നാം കാണുന്ന IPC, AG, ചർച്ച് ഓഫ് ഗോഡ്, ഷാലോം, ഷാരോൺ തുടങ്ങിയതായ സംഘടനകൾ സഭയല്ല. പക്ഷെ എല്ലാ സംഘടനയിലും എന്തുണ്ട്? സഭയുണ്ട്. എല്ലാ സംഘടനയിലും സഭയുണ്ട്. IPCക്കകത്ത് പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന സഭയുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിലുണ്ട്, ചർച്ച് ഓഫ് ഗോഡിലുണ്ട്, ഷാരോൺ ഉണ്ട്. അതിൽ തന്നെ കസേരയ്ക്ക് വേണ്ടി അടിക്കുന്ന ദ്രവ്യാഗ്രഹികളുണ്ട്. അത് സഭയല്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ളവരെ നോക്കിക്കൊണ്ട് പെന്തക്കോസ്തിനെ വിലയിരുത്തരുത്. ഇതിൻ്റെ അകത്ത് വില കൊടുത്തൊരു കൂട്ടം ആത്മാക്കളുണ്ട്. ഇതിൻ്റെ അകത്ത് നിത്യതയ്ക്ക് വേണ്ടി കാക്ഷിക്കുന്ന ഒരു കൂട്ടമുണ്ട്. നിങ്ങൾ അത് ചിന്തിച്ചാൽ മതി. ഇത് ഒരനുഭവമാണ്, ഇതൊരു സംഘടനയല്ല. സംഘടനയെ നോക്കിയാൽ ഒത്തിരി കുറവുകൾ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആരും വിശ്വാസം വിട്ടോ അങ്ങോട്ട് പോകുന്ന ശരിയല്ലെന്നോ പറയണ്ട. കാരണം ഇത് ശരിയായതുകൊണ്ടല്ലേ ഈ 20 വർഷമായി എന്തോരം തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടും പലരും ചോദിച്ചു കളഞ്ഞു പൊക്കൂടെ എന്ന് ചോദിച്ചിട്ടും എൻ്റെ ബാപ്പയുടെ കുടുംബത്തിൽപ്പെട്ടവരെന്നോട് ചോദിച്ചു, എടാ എന്താ ചോദിക്കാൻ കാരണമെന്നും കൂടെ പറയാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ചില ഇഷ്ടപ്പെടാത്ത ചില കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എഴുതിയും, ഞാൻ പോപ്പുലർ ഫ്രണ്ടുകാരനാണ് എന്ന് വെച്ചാൽ NDF മുസ്ലിം ഇതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറിയ ആളാണെന്ന് എഴുതി എന്തിനെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഓരോ തെരുക്കോണിലും ഓരോ ജമാഅത്ത് പള്ളിയുടെ മുമ്പിൽ നിന്നുകൊണ്ടും മറ്റൊരുത്തനിലും രക്ഷയില്ല, യേശുക്രിസ്തു അല്ലാതെ നിത്യജീവൻ പ്രാപിപ്പാൻ മറ്റൊരു മാർഗമില്ലെന്ന് ഓരോ തെരുക്കോണിലും ചങ്കുപൊട്ടി പ്രസംഗിക്കുന്ന എന്നെക്കുറിച്ച് ഞാൻ അതിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞപ്പോൾ
എൻ്റെ വാപ്പയുടെ ആൾക്കാർ ഈ വാർത്ത കണ്ടിട്ട് എന്നോട് ചോദിച്ചൊരു കുസൃതി ചോദ്യം എന്താണെന്നറിയാമോ? എടാ, നിന്നെ അവരിപ്പോഴും കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല, പിന്നെ നിനക്ക് നാണമില്ലേ ഇതിൻ്റെ അകത്ത് നിൽക്കാനെന്ന് ചോദിച്ചപ്പോഴും ഇത് ഇട്ടേച്ചു പോകാഞ്ഞത്. ഇതൊരു സംഘടനയാണെങ്കിൽ ഇട്ടേച്ചു പോകുമായിരുന്നു, ഇതൊരു മതമായിരുന്നെങ്കിൽ ഇട്ടേച്ചു പോകാമായിരുന്നു. ഇതൊരു സംഘടനയോ മതമോ അല്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പരാജയങ്ങൾ കണ്ടിട്ട് നാം പിന്തിരിഞ്ഞു പോകരുത്. കാരണം ഇതൊരു അനുഭവമാണ്. പെന്തക്കോസ്ത് പെരുന്നാൾ ദിവസത്തെ അനുഭവം, 50-ാം പെരുന്നാളിൻ്റെ അനുഭവം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, പെന്തക്കോസ്ത് കാർ വന്നപ്പോഴല്ല, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ ഹൈവേ കൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്കറിയാം, ഈ തിരക്ക് പിടിച്ച ഹൈവേ കൂടെ പോകുമ്പോൾ എത്ര വണ്ടി ആക്സിഡൻ്റായി കിടക്കും നമ്മൾ കാണുന്നില്ലേ? അവിടെ എവിടെയൊക്കെ ഏതോ വണ്ടി തമ്മിൽ മുട്ടി അവിടെ സൈഡിലോട്ട് കിടക്കുന്ന കണ്ടു. 2 വണ്ടി അവിടെ മുട്ടിക്കിടക്കുന്നു എന്ന് കരുതി ഈ ഹൈവേ കൂടെ പോകുന്ന എല്ലാ വണ്ടിയും മുട്ടിച്ചാണോ പോകുന്നത്? അല്ല, മര്യാദയ്ക്ക് പോകുന്ന വണ്ടി മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കും, മുട്ടിയത് അവിടെ കിടക്കും. ഇന്ന് രാത്രി ഞാൻ പറയാം, മുട്ടിയത് അവിടെ കിടക്കട്ടെ, മുട്ടിയത് അവിടെ കിടക്കട്ടെ. നമുക്ക് മര്യാദയ്ക്ക് മുന്നോട്ട് പോകുന്ന വണ്ടി നോക്കി, നല്ല നിയമങ്ങളും സിഗ്നലുകളും ഒക്കെ നോക്കി സമാധാനത്തോടെ മുന്നോട്ട് പോകാം. കാരണം നമ്മുടെ കർത്താവ് വേഗത്തിൽ വരാറായി, നമ്മുടെ ഭവനത്തിൻ്റെ പണി തീരാറായി, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഭവനത്തിൻ്റെ പണി കഴിയാറായി. പ്രാർത്ഥിച്ച് പ്രവേശിക്കാൻ സമയമായി, സ്തോത്രത്തോടെ അതിനകത്ത് കാലുവെക്കാൻ സമയമായി. ചുരുക്കത്തിൽ യേശു വരാറായി. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആമേൻ. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ആ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്, ഇന്നലെ ഞാൻ പറഞ്ഞു, വായിച്ചു, ആ കൂട്ടത്തിലിരിപ്പുണ്ട് ഒന്നാമത്തെ പോപ്പെന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന പത്രോസ് ലീഗായും യൂദാസ് ലീഗായും തോമാസ് ലീഗായും യേശുവിൻ്റെ അമ്മയായ മാറിയായും ഒക്കെ അടങ്ങുന്ന സംഘം. അവരാത്മാവിൽ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. വീണ്ടും നമ്മൾ ചിന്തിച്ചു, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഒരാൾ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ആര്? പത്രോസ് ലീഗ പ്രസംഗിക്കാൻ എഴുന്നേറ്റു. ഏത് നിറവിൽ? ബൈബിളിൽ പറയുന്ന പിതാവിങ്കൽ നിന്ന് പുറപ്പെട്ട യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത ബൈബിളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മാവിൽ പ്രസംഗിച്ചപ്പോൾ എഴുതിയിരിക്കുന്നു, അത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അപ്പോൾ ഒരു കാര്യം വ്യാഖ്യാനം കൂടാതെ സീലടിച്ചുറപ്പിക്കാം. പുസ്തകത്തിൽ പറയുന്ന, പുസ്തകത്തിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ ആത്മാവിൽ പ്രസംഗിച്ചാൽ കേൾക്കുന്നവർക്ക് ഇക്കിളിയല്ല കൊള്ളുന്നത്, ചങ്കത്ത് കത്തി കയറും. അപ്പോൾ വചനം പ്രസംഗിക്കുമ്പോൾ എവിടെങ്കിലുമൊക്കെ ഒരു കോണിൽ ഒരു കുത്ത് കൊള്ളുന്നെങ്കിൽ ഓർത്തോണം, പ്രസംഗിക്കുന്നവർ പരിശുദ്ധാത്മാവിലാണ് പ്രസംഗിക്കുന്നത്, അതുകൊണ്ടാണ് കുത്തുകൊള്ളുന്നത്. പക്ഷേ ഇന്ന് ആ കുത്തുകൊള്ളുന്ന പ്രസംഗമൊന്നും നമുക്ക് വേണ്ട. അങ്ങനെ ഏതെങ്കിലും ഉപദേശിമാർ സഭയിൽ കുത്തി പ്രസംഗിച്ചാൽ ആ ഉപദേശിയെ സ്ഥലം മാറ്റാനുള്ള പരിപാടി കമ്മിറ്റി അന്ന് തുടങ്ങും. ഇപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമില്ല. കാരണം ഇപ്പോൾ ഉപദേശി എന്ത് പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് കമ്മിറ്റിയാണ്. അപ്പോൾ പിന്നെ ഉപദേശിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാനില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുത്തുകൊള്ളുന്നത് പരിശുദ്ധാത്മാവിലുള്ള പ്രസംഗം. എന്നാലും നമ്മൾ ആ കാലം പോയി. ഇന്നിപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ കൺവെൻഷൻ കഴിഞ്ഞാൽ ചേച്ചിമാരും ചേട്ടത്തിമാരൊക്കെ വണ്ടിയെ കയറി ഇരുന്ന് ഫോൺ എടുത്ത് ബന്ധുക്കളെ വിളിച്ചിട്ട് പറയുന്ന വാക്ക് ഇങ്ങനെയാ: എടി എൻ്റെ പൊന്നെ, ഇന്ന് വരണമായിരുന്നടി, ചിരി 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 ചൂപ്പാട് വന്നടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കൺവെൻഷൻ വേദികളൊക്കെ ഒരർത്ഥത്തിൽ പുസ്തകത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രസംഗമൊക്കെ പോയി ജനത്തെ സന്തോഷിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന നിലയിലേക്ക് മാറി. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവും നമ്മിലും സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് പ്രസംഗിച്ചപ്പോൾ ഹൃദയത്തിൽ കുത്തുകൊണ്ടവർ ചോദിക്കുകയാണ്, ആമേൻ, ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രവൃത്തി 2:37. ഇത് കേട്ടിട്ടവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോൾ സ്നാനപ്പെടുക എന്ന് പറയുന്നത് കുറച്ച് പെന്തക്കോസുകാർ കണ്ടുപിടിച്ചുകൊണ്ട് വന്ന ഉപദേശമല്ല പ്രിയപ്പെട്ടവരെ. 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മ നിറവിൽ ഒന്നാമത്തെ പോപ്പെന്ന് പറയുന്ന പത്രോസ് ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞ ദൂത് ചത്തട്ടല്ല, ജീവിച്ചിരിക്കുമ്പോൾ പാപമോചനം സാധ്യമാണ്. അതിന് മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റാൽ മതി. വളരെ സിമ്പിളായി പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റാൽ മതി. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു ബോണസ് ലഭിക്കും. എന്താ?
നടക്കേണ്ടുന്ന വഴി ഏതെന്ന് കാണിച്ചു തരുവാൻ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. തീർന്നില്ല. ഈ ദാനമുണ്ടല്ലോ, ഈ വാഗ്ദത്തമുണ്ടല്ലോ. അടുത്ത വാക്കിൽ പറഞ്ഞു, ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അടുത്ത വാചകം പറയുന്നു, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. എത്ര പേരാ? അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്ന് ഒറ്റ പ്രസംഗം. കൊടുക്കേണ്ട കാര്യം കൃത്യമായി കൊടുത്തപ്പോൾ, മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടാൽ നിങ്ങൾക്ക് പാപമോചനമുണ്ടെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ, അത് മനസ്സിലായവർ രംഗത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് സ്നാനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇത് തിരിച്ചറിയുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, ഒരു പക്ഷേ ഇത് നിങ്ങൾക്കുള്ള അവസാനത്തെ വണ്ടിയാകാം. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ബസ്സാകാം. ഇതിനകത്ത് കയറിക്കോണം. ഇനി ഒരു വണ്ടി ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. ഇന്ന് രാത്രി ഇവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിപ്പോയാൽ നാളെ ഒരു യോഗമുണ്ടോന്ന് ഉറപ്പില്ല പ്രിയപ്പെട്ടവരെ. കാരണം ക്രിസ്തുവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിയ പലരെയും ഇന്ന് കണ്ടിട്ടില്ലെങ്കിൽ നാളെ എഴുന്നേൽക്കുമെന്ന് പ്രാണൻ ഒരു ഗ്യാരണ്ടിയും ഇല്ലെന്ന്. അതുകൊണ്ട് ഇതാണ് അവസാനത്തെ സമയമെന്ന് ചിന്തിച്ചോ. മനസ്സിലാക്കിയെങ്കിൽ, തിരിച്ചറിഞ്ഞെങ്കിൽ പറ, ഞങ്ങൾ എന്തു ചെയ്യണം? വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിൻ. ഇന്നലെ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഇവിടെ ഒരു സ്നാനത്തൊട്ടി ഉണ്ടെന്ന്. എനിക്ക് 1-2 കാര്യം കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. അത് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, 1 രൂപ നിങ്ങൾ ചെലവാക്കണ്ട, രാത്രിയൊന്നോ പകലൊന്നോ നോക്കണ്ട, നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളെ ഇവിടെ സ്നാനപ്പെടുത്താമെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ സന്തോഷം തോന്നി, ഒത്തിരി സന്തോഷം തോന്നി. പല കാര്യങ്ങളിലും നമ്മുടെ ഇവിടുത്തെ ആരാധന നല്ല പഴയ പാട്ട്. ഞാൻ ചിന്തിക്കുമായിരുന്നു, പാട്ടിൻ്റെ സെലക്ഷൻ ആരായിരുന്നാലും ഒരു അഭിനന്ദനം അറിയിക്കുന്നു. കാരണം നല്ല പഴയ പാട്ട്, പ്രത്യാശയുള്ള വരികളുള്ള പാട്ട്, അതൊക്കെ നമ്മളെ കൊണ്ടുപോയത്. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നല്ല ദൈവ സാന്നിധ്യം ഫീൽ ചെയ്യുന്നു, അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. അത്ര മനോഹരമായ നിലയിലുള്ള ആരാധന. പോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം, 1 രൂപ ചിലവാക്കേണ്ടത് പറഞ്ഞു. ഒരിക്കൽ ഒരു സഹോദരൻ എന്നെ ഫോണിൽ വിളിച്ചു, നാട്ടിൽ. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ യൂട്യൂബിലൂടെ പാസ്റ്ററെ പ്രസംഗം കേൾക്കുന്നയാളാണ്. ഞാൻ ഒരു മാർത്തോമാക്കാരനാണ്. അതെ, എനിക്ക് സ്നാനപ്പെടണമെന്ന് മനസ്സിലായി. അതെ, എനിക്ക് സ്നാനപ്പെടണം. എവിടെയാ സഹോദരനെന്ന് ചോദിച്ചു. അദ്ദേഹം മറ്റൊരു ജില്ലയിലാണ്. ഞാൻ താമസിക്കുന്ന കൊല്ലം ജില്ലയിൽ, അദ്ദേഹം വേറൊരു ജില്ലയിലാണ്. ഞാൻ പറഞ്ഞു, അടുത്തെവിടെങ്കിലും ഒരു ദൈവസഭയുമായിട്ട് ബന്ധപ്പെട്ട് ആ ദൈവദാസനോട് കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്നാനപ്പെടാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, പക്ഷെ ഞാൻ പാസ്റ്ററെ നമ്പർ തപ്പി വിളിച്ചത് മറ്റൊരു കാര്യം, സംശയം ചോദിക്കാനാ. എന്താ? ഞാൻ അവിടെ ചെന്ന് സ്നാനപ്പെടണമെന്ന് ആ പാസ്റ്ററോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സ്നാനപ്പെടുത്താം, പക്ഷെ 3000 രൂപ ചിലവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, സങ്കടത്തോടെയാണ് ഞാനിത് പറയുന്നത്. കാരണം ഒരാത്മാവിൻ്റെ ആ പാസ്റ്റർ ഇട്ട വില എത്ര? 3000 രൂപ. പോട്ടെ, നാളെയാകട്ടെന്ന് പറയാൻ പോലും നമുക്ക് അനുവാദമില്ലെന്ന് ഓർക്കണം. നാളെ ആട്ടെ എന്ന് പറയാൻ പോലും. എന്നിട്ടും ഞങ്ങൾ ദൈവദാസന്മാർ പറയും, 2 ദിവസം കഴിയട്ടെ. അത് ഭയന്നാ പറയും. എന്തുകൊണ്ടാണ്? ഒന്നും കൂടെ പഠിച്ച്, അല്ലെങ്കിൽ ഒരു സ്നാനത്തിൻ്റെ ക്ലാസ്സും കൂടെ എടുത്തിട്ട് ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ പറയും. പക്ഷെ വചനപ്രകാരം പഠിച്ചാൽ അതുപോലും പറയാൻ പാടില്ലാത്ത അനുഭവത്തിൽ. എന്തുകൊണ്ടാണ്? നാളെ ആ മനുഷ്യൻ എഴുന്നേറ്റില്ലെങ്കിൽ, നാളെ ആ മനുഷ്യൻ്റെ പ്രാണനെ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയാൽ ആ രക്തത്തിൻ്റെ വില ദൈവസന്നിധിയിൽ പറയേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് ഒരു കണ്ടീഷനും വെക്കാതെ ഒരു വ്യക്തി സ്നാനമേൽക്കണമെന്ന് പറഞ്ഞാൽ ആ വ്യക്തിയോട് പറയേണ്ടെന്ന് ഉപദേശം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ ചോദിക്കണം, തീരുമാനം ഉറച്ചതാണെന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ ആ വ്യക്തിയെ സ്നാനത്തിലേക്ക് നയിക്കേണ്ടെന്ന് അഭിഷിക്തന്മാർ പറഞ്ഞു പോലും 3000 രൂപ ചിലവാകുമെന്ന്. എന്ത് കഷ്ടമല്ലേ? ഞാൻ അഭിനന്ദിക്കുന്നു. നാട്ടിലേക്കാളും ചിലവുള്ള പട്ടണമായി ഇവിടെ നിന്ന് എനിക്കറിയാം. എന്നിട്ട് പോലും 1 രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് ഏത് സമയത്തും ഈ സ്നാനത്തൊട്ടിയിലേക്ക് വരാമെന്ന് പറഞ്ഞെങ്കിൽ ഒരാത്മാവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് വലുതായതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് മറ്റാരെക്കാളും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ നാട്ടിലെ ഓരോ തെരുക്കോണുകളിലും പൊടിയും പുകയും സഹിച്ച്
സുവിശേഷ വിരോധികളുടെ ചീത്തവിളി കേട്ട്, ബസ്സിൽ യാത്ര ചെയ്യുന്ന പിള്ളേരുടെ പരിഹാസ ചിരിയും കണ്ട്, വഴിയിൽ നിൽക്കുന്നവൻ്റെ തല്ലും കൊണ്ട് റോഡിൽ നിന്ന് ഈ സുവിശേഷം ലജ്ജ കൂടാതെ വിളിച്ചു പറയുന്നത് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ഉള്ളത്തിൽ, കർത്താവെ ഒരൊറ്റ വ്യക്തിയെങ്കിലും രക്ഷിക്കപ്പെടണം, ഒരു വ്യക്തിയെങ്കിലും ഈ സത്യം അറിയണം. ആമേൻ. അതുകൊണ്ട് ഞങ്ങൾ പൊട്ടന്മാരെ പോലെ മരത്തോടും പോസ്റ്റിനോടും പ്രസംഗിക്കുന്നവരാ. 16 വർഷമായി തെരുവിൽ പ്രസംഗിക്കുന്നയാളാണ് ഞാൻ. പോസ്റ്റിനോടും മരത്തോടും പ്രസംഗിക്കുന്നയാളാണ്. എന്തിനെന്നറിയാമോ? ഒരു വ്യക്തിയെങ്കിലും നശിച്ചു പോകാതിരിക്കാൻ. ആമേൻ. നോക്ക്, ഇന്നും കർത്താവ് എന്താ വരാത്തെ? ഒത്തിരി വിമർശകരും നിരീശ്വരവാദികളും ചോദിക്കും, വേഗം വരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി, എന്താ വരാത്തേന്ന്? പുസ്തകം പഠിക്കുന്നവൻ അറിയാം എന്താ വരാഞ്ഞേ. ഇന്ന് രാത്രി ഇതിനകത്ത് ഇരിക്കുന്നവർ ചിന്തിക്ക്, എന്താ വരാഞ്ഞേ? ഇന്നലെ വന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇന്ന് വരാത്തത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരു വ്യക്തി പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ എപ്പോഴും ഞാൻ ഓർക്കും എൻ്റെ പ്രാർത്ഥനയിൽ, കർത്താവേ 2002 മുൻപ് യേശു വന്നിരുന്നെങ്കിലോ എൻ്റെ ഗതി എന്താകുമായിരുന്നു? അങ്ങനെയെങ്കിൽ ചിന്തിക്കുക, ഈ നിമിഷവും കർത്താവ് വരാത്തത് നീയും കൂടെ വരട്ടെ എന്ന് ചിന്തിച്ച് കാത്തിരിക്കുന്നൊരു പിതാവിൻ്റെ സ്നേഹം കൊണ്ടാണ്. അതുകൊണ്ട് എന്ന് വരെ ഇതുണ്ടാകുമെന്ന് ദൈവത്തെ പരീക്ഷിച്ച് നിൽക്കരുത്. ആമേൻ. ദൈവത്തെ പരീക്ഷിക്കരുത്. ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇന്ന് രാത്രി തീരുമാനമെടുത്തു വേണം ഈ കതക് തുറന്ന് പുറത്തു പോകാൻ. ജീവിച്ചിരിക്കുമ്പോൾ പാപമോചനം സാധ്യമാണോ? അതെ, സാധ്യമാണ്. ആരാ പറഞ്ഞത്? പാസ്റ്ററാണോ പറഞ്ഞത്? അല്ല, അഭിഷിക്തന്മാർ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി സ്നാനമേൽപ്പീൻ. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. തീർന്നില്ല. അവരപ്പോസ്തലന്മാരുടെ ഉപദേശം കിട്ടും, കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു എന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും വ്യാഖ്യാനമല്ല, തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു അങ്ങനെ തന്നെ. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് വിളിച്ചു. എന്താ? 47-ാമത്തെ വാക്യം. ആ കൂട്ടത്തെ നോക്കി സ്വർഗം ഒരു പേര് സംബോധന ചെയ്ത് എഴുതി വെച്ചു. എന്താ? കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഏത് സഭ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു വിളിച്ചു പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവിൻ്റെ സഭ. പ്രൈസ് ദി ലോർഡ്. ചില ആളുകൾ പറയും, നിങ്ങൾ എവിടാ പോകുന്നത്? ഞങ്ങൾ അബ്രാച്ചാൻ്റെ ചർച്ചിലാണ്, ഞങ്ങൾ തോമാച്ചാൻ്റെ ചർച്ചിലാണ്. അബ്രാച്ചാൻ്റെയും തോമാച്ചാൻ്റെ അല്ല ചർച്ച് കർത്താവിൻ്റെതാ, സഭ ദൈവത്തിൻ്റെതാ. അതെൻ്റെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും അങ്ങനെ ഒരു ചിന്തയോ ശാഠ്യമോ ഒക്കെ സഭയ്ക്കകത്ത് കാണിച്ചാൽ ഓർത്തോണം, വലിയ വില കൊടുക്കേണ്ടി വരും. ഞാനിങ്ങനെ ചിന്തിക്കുക, പുസ്തകത്തിലൊരു ഭാഗം ഓർമ്മയിൽ വരുന്നത് ഓടിച്ചങ്ങ് പറഞ്ഞു വിടാം, എടുക്കണ്ട. മേലെ യഹൂദയിൽ നിന്ന് യഹോവയുടെ നിയമപ്പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവന്നൊരു ചിത്രമുണ്ട് പുസ്തകത്തിൽ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം, നാഗോന്റെ കളത്തിലെത്തിയപ്പോൾ കാള വരണ്ടു നമുക്ക് വായിക്കാം അല്ലേ? കാള വരണ്ടു എന്ന് വായിക്കുന്നു. ചില കാളകൾ അങ്ങനെയാണ്, ചുമക്കുന്നത് പെട്ടകമാണെങ്കിലും നല്ല കച്ചുത്തുറു കണ്ടാൽ ഇളകുന്ന കാളകൾ ഇന്നുമുണ്ട്. അപ്പം അതുകൊണ്ട് നല്ല കച്ചുത്തുറു കണ്ടപ്പോൾ ചുമക്കുന്നത് പെട്ടകമാണെന്നൊക്കെ മറന്നിട്ട് കാള ഇളകി വരണ്ട കണ്ടപ്പോൾ എഴുതിയിരിക്കുന്നു, ഉസാ കൈനീട്ടി പെട്ടകത്തെ പിടിച്ചു, ദൈവം അവനെ അടിച്ചു, അവൻ മരണപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എങ്ങനെയാ? അവൻ്റെ അവിവേക നിമിത്തം യഹോവ അവനെ സംഹരിച്ചു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, എൻ്റെ ഈ പുസ്തകം ഇവിടെ ഇരിക്കുക, ബൈബിള്, ഇതിങ്ങനെ താഴേക്ക് വീഴുമെന്ന് കണ്ട് ഒരു കുഞ്ഞ് ഓടി വന്ന് അത് പിടിച്ചു വെച്ചു. ഒരു തെറ്റും ചെയ്തില്ല, നല്ല കാര്യം ചെയ്തോളൂ. അതിന് ഞാൻ ഉടനെ ആ കുഞ്ഞിനിട്ട് ഒറ്റ തല്ല് തല്ലിയാൽ അതെന്ത് നീതിയാ? അതെന്തിനാ കൊന്നു കളഞ്ഞത് എന്നൊക്കെ ചിന്തിക്കും. നമുക്ക് എത്രയോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ബൈബിളിലുണ്ട്. ആമേൻ. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ 1-2 കാര്യം മനസ്സിലായി. ഇവൻ്റെ അവിവേകം. എന്തൊക്കെയാ അവൻ്റെ അവിവേകം? ഒന്ന്, നോക്കൂ, ലേവ്യ പുരോഹിതന്മാർ തോളെ ചുമക്കേണ്ട പെട്ടകം കാളവണ്ടി കയറ്റിയത് ഒന്നാമത്തെ തെറ്റ് അല്ലേ? അപ്പോൾ ജാതികൾ അവരുടെ ദേവന്മാരെ വണ്ടിക്കകത്ത് വെച്ച് ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ ചെണ്ടയൊക്കെ അടിച്ചിട്ടുണ്ടക്കടെ തുള്ളി പോകുന്ന കണ്ടപ്പം ക്രിസ്ത്യാനിക്ക് ഇരിക്കപ്പുറതി ഇല്ലാതെ അവരും ഇപ്പോൾ യേശുവിനെ എവിടെ കയറ്റിയേക്കുക? വണ്ടിക്കകത്ത് കയറ്റി ഉരുട്ടിക്കൊണ്ടിരിക്കുക. നാട്ടിൽ നിങ്ങൾ ലീവിന് വരുമ്പോൾ നോക്കണം, കാണാം. യേശുവിനെയും പുണ്യാളന്മാരെല്ലാം കയറ്റിട്ടുണ്ടക്കട്ട അടിച്ചടിച്ച് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് റോഡിൽ കൂടെ കൊണ്ടുപോകുക. അങ്ങനെ മറ്റവർ ചെയ്യുന്ന കണ്ടിട്ട് സഹിക്കുന്നില്ല, അങ്ങനെ കൊണ്ടുപോകുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അമ്പലക്കാരന് പൂജാരി, പള്ളിക്ക് പുരോഹിതൻ, ശ്രീകോവിൽ സക്രാരി, പൂണുനൂല്, വെന്തിങ്ങ, രുദ്രാക്ഷം, കൊന്ത, മുറജപം, ജപമാല, പെരവോസ്താലി, വീട് വെഞ്ചരിപ്പ്, മന്ത്രവടി, അംശവടി, ശബരിമല, പരുമല, അയ്യപ്പോ, മുത്തപ്പോ, മാരിയമ്മ, ചോറ്റാനിക്കരമ്മ, മേരിയമ്മ, വല്ലാർപാടത്തമ്മ, ദേവന്മാർ, പുണ്യവാളന്മാർ, വിഗ്രഹം എഴുന്നള്ളിപ്പ്, റാസ, പറ
അമ്പെഴുന്നള്ളിച്ച അമ്പെഴുന്നള്ളിക്കും, ചാത്തനൂട്ട് ശ്രാദ്ധമൂട്ട്, കുഞ്ഞയ്യപ്പൻ, ഉണ്ണീശോ, മുത്തുക്കുട, ചെണ്ടമേളം, കുടമാറ്റം, കറുപ്പ് കാവി, നാടകം, പാല്, ഗാനമേള. പോരാത്തതിനിപ്പം പൊങ്കാലയിട്ടു, സകലവും നിവർത്തിയായി. ഇതൊക്കെ ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പച്ചയായി നടക്കുന്ന കാര്യങ്ങളായി പറയുന്നത്. അപ്പോൾ ജാതികൾ അവരുടെ വഴിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് തോളിൽ ചുമക്കേണ്ട പെട്ടകം കാളവണ്ടി കയറ്റിയത് ഒന്നാമത്തെ അവിവേകം പോട്ടെ. രണ്ട്, അത് ഈ മേലെ യഹൂദയിൽ നിന്ന് യെരുശലേമിലേക്കുള്ള വഴി ഇന്നത്തെ ഇവിടുത്തെ അമേരിക്കയിലെ പോലെ റബ്ബർ ടാറിങ് വീതിയുള്ള നല്ല ബൈപ്പാസോ ഹൈവേ വല്ലതും ആണോ? ഒന്നുമല്ല. കുണ്ടും കുഴിയും കല്ലും ഇളകിക്കിടക്കുന്ന വഴിയിലൂടെ കാള കുണുങ്ങി നടന്നു വരുമ്പോൾ ഇത് വീഴാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി സംരക്ഷിക്കേണ്ടതിന് പകരം വീഴാൻ പോയപ്പോൾ പിടിച്ചത് രണ്ടാമത്തെ അവിവേകമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഉപദേശീയ ഉദാഹരണമായിട്ട് എടുക്കാം. സാജൻ പാസ്റ്റർ ഒരു ഇടവഴിയിലൂടെ നടന്ന് തൻ്റെ വീട്ടിലേക്ക് വരികയാണെന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഹൈവേയുടെ സൈഡിലാണെന്ന് നമുക്കറിയാം, എന്നാലും ഇടവഴിയിലൂടെ വരികയാണെന്ന് ചിന്തിക്കുക. ഇടവഴിയിലൂടെ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ചുമടുണ്ട്, 2 തോളിൽ ഒരു ചുമടുണ്ട്, 2 കയ്യേലും സഞ്ചിക്കകത്ത് ചുമടുണ്ടെന്ന് വെക്കുക. ഇദ്ദേഹം ഇത് വീഴാതെ അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലോട്ട് ഇങ്ങനെ വരിക. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ വാതിലിൽ നിന്നുകൊണ്ടേ കണ്ടു. അച്ചായൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ വരുന്നത് കണ്ടു. അപ്പോൾ ഇത് കണ്ടിട്ട് അമ്മ ഇതൊന്ന് സഹായിക്കേണ്ടതിന് പകരം അമ്മ വാതിലിൽ നിന്നുകൊണ്ട് അങ്ങ് ആത്മാവ് രക്തം ചെയ്യും, വീഴാതെ താഴാതെ പൊട്ടാതെ വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നങ്ങൾ ആത്മാവിലാകുകയാണെന്ന് ചിന്തിക്കുക. ആത്മാവിലാകുന്ന തെറ്റായ കാര്യമല്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങ് അന്യഭാഷ പറഞ്ഞ അച്ചായൻ ചരിയാതെ വീഴാതെ പൊട്ടാതെ വരട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പാസ്റ്ററിൻ്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, എടി ഇതൊന്ന് വന്ന് പിടിക്കാം. പക്ഷേ അവിടെ നിന്ന് ആൾ ആത്മാവിലാകുക. അവസാനം പാസ്റ്റർ ഇത് വന്ന് അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വെക്കാൻ നേരം അമ്മ പറയും, അയ്യോ അച്ഛ വീടല്ലേ അച്ഛാന്ന് പറഞ്ഞ് പിടിക്കാൻ ചെന്നാൽ പിന്നെ എന്തായിരിക്കും പറയാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു കാര്യം. സിമ്പിൾ. അപ്പോൾ ഇത് നേരത്തെ സംരക്ഷിക്കേണ്ടതിന് പകരം ആ സമയത്ത് വരുന്നത് ഒരു അവിവേകമാണ്. അത് ചെയ്യേണ്ടത് ബുദ്ധിയിൽ ചെയ്യേണ്ട കാര്യം അവിവേകം. അപ്പോൾ ഇങ്ങനെ 2 കാര്യം അവൻ്റെ അവിവേകമായി ഞാൻ ചിന്തിച്ചു. എന്നാൽ മൂന്നാമത് എനിക്ക് തോന്നിയൊരു ചിന്ത ഞാൻ പറയട്ടെ നിങ്ങളോട്. അത് പറയാനാണ് ഞാൻ ഈ സംഭവം ഓർത്തത്. മൂന്നാമത്തെ ഒരു ചിന്ത, ഇനി എങ്ങാനും ഈ പെട്ടകത്തെ പിടിച്ച് നേരെ വെച്ച് അത് സമാധാനമായിട്ട് അങ്ങ് പോയെന്നിരിക്കട്ടെ. അങ്ങനാണെങ്കിൽ അടുത്ത ഞായറാഴ്ച ഉഷായുടെ പെണ്ണും പിള്ള ചർച്ചിൽ സാക്ഷ്യം പറയാൻ എഴുന്നേക്കും. ദൈവമക്കളെ, ഒരു പ്രത്യേക സാക്ഷ്യം ഇന്ന് പറയാതിരിക്കാൻ എനിക്ക് നിവർത്തിയില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾക്കെല്ലാം അറിയാം, മേലെ യഹൂദയെന്ന് പെട്ടകം കാളവണ്ടിക്കകത്ത് കൊണ്ടുവരുന്ന വഴി കാള വരണ്ടു. എൻ്റെ അച്ചായനില്ലായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ അച്ചായൻ അത് ഓടിച്ചൊന്ന് പിടിച്ചു. അങ്ങേരില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ പെട്ടകവും കാണത്തില്ല, ആരാധനയും കാണത്തില്ല, ഒന്നും തമ്പുരാൻ അറിയാം. അതുകൊണ്ട് അവനെ തട്ടിക്കളഞ്ഞു. ഞാൻ പറയാൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ ഗൗരവം, സഭ ദൈവത്തിൻ്റെതാണ്. അത് ഞങ്ങളില്ലായിരുന്നെങ്കിൽ, ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഞാൻ കൊടുത്തില്ലായിരുന്നെങ്കിൽ, അന്ന് ഞാൻ ഇത്ര രൂപ ഇട്ടില്ലായിരുന്നെങ്കിൽ, ഇന്നിവിടെ കെട്ടിടമില്ല, സഭയില്ലെന്നൊക്കെ പറയുന്ന വിഡ്ഢിത്തരങ്ങളുണ്ടല്ലോ. ആരും സഭയുടെ മഹത്വം എടുക്കരുത്. ആരും ഞങ്ങളില്ലെങ്കിൽ ഇതില്ല എന്നൊന്നും പറയണ്ട. സ്ഥാപിച്ചത് ദൈവമാണെങ്കിൽ ആരൊക്കെ ഉണ്ടെങ്കിലും ആരൊക്കെ ഇല്ലെങ്കിലും ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ കർത്താവ്, ഞാൻ എൻ്റെ സഭയെ പണിയും. ആ സഭയോട് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് മനസ്സിലായോ? സഭയിൽ ആത്മാക്കളെ കൊണ്ടുവരുന്നത് ഉപദേശിമാരല്ല, കർത്താവാ. ഞങ്ങൾക്ക് പറയാനുള്ള ഡ്യൂട്ടിയേ ഉള്ളൂ, പറയുക. ആത്മാക്കളെ കൊണ്ടുവരുന്ന കർത്താവാ. അതുകൊണ്ട് സഭയുടെ മഹത്വമൊന്നും ആരും എടുക്കരുത്. ഇന്നും നമ്മുടെ നാട്ടിൽ ചില പറയും, നാട്ടിൽ വേണ്ട ഇവിടെ പറയും, പാസ്റ്റർക്ക് തിരുവല്ലയിലുള്ള മറ്റേ ആ ചർച്ച് അറിയാവോ? ഞാൻ പറയാം അറിയാം. അത് അവിടെ ഉണ്ടായിരുന്നത് എൻ്റെ അപ്പൻ പണ്ട് സ്ഥലം കൊടുത്തോണ്ടാ. ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക ഈ അമ്മച്ചി 90-ാം വയസ്സിലും. പ്രൈസലോ. ചെയ്യരുത്, സഭ കർത്താവിൻ്റെയാണ്. ആമേൻ. ഇത് ഞാൻ എൻ്റെ ചിന്തയിലേ കൊണ്ടുവന്ന വിഷയമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുകൊണ്ട് പറയുക, സഭ കർത്താവിൻ്റെതാണ്. അവിടെ പറയാ ഭാഗം വിടുക. ആമേൻ. കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇനി നമ്മൾ അടുത്ത ചിന്തയിലേക്ക് പോകാം. ശ്രദ്ധിക്കണം. അപ്പോസ്തലന്മാർ ആമേൻ, അവര് എല്ലാവരും സ്നാനമേറ്റു, അവരെ കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു, അങ്ങനെ പോയി കൂട്ടായ്മ ആരംഭിച്ചു, സഭ ആരംഭിച്ചു. എന്താണ് സഭ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. എന്താണ് സഭ? സ്നാനപ്പെട്ടവരുടെ കൂട്ടം. എന്താണ് സഭ? ആത്മനിറവ് പ്രാപിച്ച കൂട്ടം. എന്താണ് സഭ? ഉപദേശമുള്ള കൂട്ടം. എന്താണ് സഭ? അപ്പം നുറുക്കി പ്രാർത്ഥന കഴിക്കുന്ന കൂട്ടം. അതെവിടെയാ? പുഴവക്കത്തായാലും മരച്ചുവട്ടിലായാലും കെട്ടിടത്തിൻ്റെ ഉള്ളിലായാലും ടെറസിൻ്റെ മുകളിലായാലും രക്ഷിക്കപ്പെട്ടവർ കൂടി വരുന്ന കൂട്ടായ്മയാണ് ദൈവത്തിൻ്റെ സഭ. ആമേൻ. അപ്പോസ്തലന്മാർ പിന്നെയും പ്രസംഗിച്ചു.
എന്തായിരുന്നു അവരുടെ പ്രസംഗം? ആമേൻ. വേദപുസ്തകം പറയുന്നു, ദൈവം അവരോട് കൂടെ ഇരുന്ന് അവർ പ്രസംഗിച്ച വചനങ്ങളെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ദൈവം ഉറപ്പിച്ചും പോന്നു. ആ ദൈവപ്രവൃത്തി അന്നെന്ന പോലെ ഇന്നും നടക്കും, നാളെയും നടക്കും, ദൈവമുള്ള കാലത്തോളം നടക്കും. ഞാനൊന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. ആമേ. കാരണം ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ദൈവം അനന്യനാണെങ്കിൽ ദൈവപ്രവൃത്തിയും എന്താണ്? അനന്യമാണ്. നമ്മളെപ്പോലല്ല. കോശി വൈദ്യൻ പാസ്റ്ററോട് നമ്മൾ പറയാം, പാസ്റ്റർ ഇതിൻ്റെ മേലോട്ടൊന്ന് ചവിട്ടിക്കയറി അതൊന്ന് പിടിച്ച് നേരെ വെച്ചെന്ന് പറഞ്ഞാൽ പാസ്റ്റർ പറയും, മക്കളെ ഒക്കുവായിരുന്നടാ, ഇപ്പം പണ്ടത്തെ പോലൊന്നും ഒക്കുന്നില്ലടാ ഉവേ, പ്രായമായില്ലെന്ന് പറയും. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തോട് പറഞ്ഞാൽ പണ്ടൊക്കെ ഒക്കുവായിരുന്നടാ ഉവേ, ഇപ്പം പണ്ടത്തെ പോലൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്ന ആളല്ല ദൈവം എന്ന്. പകരം ഇന്നലെ അവൻ എന്ത് ചെയ്തോ, ഇന്നലെ ദൈവം എന്ത് പ്രവർത്തിച്ചോ, ഇന്നും പ്രവർത്തിക്കും, നാളെയും പ്രവർത്തിക്കും. ദൈവമുള്ള കാലത്തോളം ദൈവപ്രവർത്തികളും ഉണ്ടാകും. അതിലാർക്കും തർക്കം വേണ്ട. അതെവിടെയും അവസാനിച്ചിട്ടില്ല, അതെവിടെയും നിന്നു പോയിട്ടില്ല. ദൈവമുള്ള കാലത്തോളം ദൈവപ്രവർത്തികളും നടക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മറുവശം കൂടെ പറയാം. എന്നാൽ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും അവർ പ്രസംഗിച്ച വചനത്തെ ഉറപ്പിച്ചെന്ന് പറഞ്ഞല്ലോ. എന്തായിരുന്നു അവർ പ്രസംഗിച്ച വചനം? അവരെന്താ പ്രസംഗിച്ചത്? അവർ പ്രസംഗിച്ചത് ഇങ്ങനെയാ: നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ആ യേശു തന്നെ ക്രിസ്തു, പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷി. അതായിരുന്നു അപ്പോസ്തലന്മാരുടെ പ്രസംഗം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവായിരുന്നു അവരുടെ പ്രസംഗം. ആ പ്രസംഗം ഇന്നില്ല. ഇന്നത് മാറി. ബിസിനസ് തകർച്ചയോ ഭാരപ്പെടണ്ട, കടഭാരമോ വിഷമിക്കണ്ട, രോഗിയോ ഭാരപ്പെടണ്ട. യേശു ഉണ്ട്. എന്തിന്? പല്ലിൻ്റെ പോടടയ്ക്കാനും കഷണ്ടിയിൽ മുടി കിളിർപ്പിക്കാനും നടുവേദന, പല്ലുവേദന, ഉളുക്ക്, പിരിപ്പ്, തരിപ്പ്, കൊട്ടൻ ചുക്കാതി പരിപാടി ചെയ്യുന്ന ആളാക്കി യേശുവിനെ പലരും മാറ്റിക്കളഞ്ഞെങ്കിൽ ഇന്ന് രാത്രി വേദനയോടെ പറയാം, അതിനുമൊക്കെ അപ്പുറത്ത് നിന്റെ ആത്മാവിൻ്റെ നിത്യത. നീ ഇന്ന് വീണ് മരിച്ചാൽ, അല്ലെങ്കിൽ കാഹളം ധ്വനിച്ചാൽ, ഞാൻ എൻ്റെ ആത്മാവിൻ്റെ നിത്യത എൻ്റെ കർത്താവിനോടുകൂടെ ചെലവഴിക്കുമെന്ന് നെഞ്ചിൽ കൈവച്ച് പറയുവാൻ ഇന്ന് രാത്രി ഒരു ഉറപ്പം പ്രാപിച്ചിട്ട് വേണം ഈ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകാനെങ്കിൽ അവൻ വിളിച്ചു പറയാം, അവൻ നിത്യജീവൻ തരുന്ന ദൈവം, പാപമോചനം നൽകുന്നവൻ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവൻ, അതിന് ഞങ്ങൾ സാക്ഷി എന്നങ്ങോട്ട് വിളിച്ചു പറഞ്ഞു. ആമേൻ. ആ പ്രസംഗത്തെ സ്വർഗം ഉറപ്പിച്ചു. അത് ഇന്ന് നടക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ മറുവശം പറയാം, ആരുടെ മുമ്പിൽ എന്തിനു വേണ്ടി ദൈവം ചെയ്തു? അത് പെന്തക്കോസുകാർക്ക് താല്പര്യമില്ല അത് പഠിക്കാൻ. ആരുടെ മുമ്പിൽ എന്തിനു വേണ്ടി ദൈവം ചെയ്തു പറയാം. ഒന്ന്, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ. ഒന്ന്, യഹൂദൻ. രണ്ട്, യഹൂദനല്ലാത്ത സകല കാറ്റഗറിയെയും കർത്താവ് ഒറ്റ പേരിലാണ് വിളിച്ചിട്ടുള്ളത്. എന്താ? ജാതികൾ അല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ന് ഈ കെട്ടിടത്തിൻ്റെ അകത്ത് കടന്നു വന്നവരിൽ രണ്ടു കൂട്ടം ആളുകളുണ്ട് എന്ന് ഞാൻ പറയാം. ബൈബിളിൽ 3 കൂട്ടം ആളുകളുണ്ട്. എന്നാൽ തൽക്കാലം ഞാൻ 2 കൂട്ടരെ പറയാം, പിന്നെ മൂന്നാമത്തേലോട്ട് വരാം. അവൻ ഒന്നുകിൽ യഹൂദൻ. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എൻ്റെ പപ്പ യഹൂദനായിരുന്നു പറയാൻ? ഉണ്ടോ? കൈപൊക്കാം. ഇല്ല. എൻ്റെ വല്യപ്പച്ചൻ യഹൂദൻ? ഇല്ല. മുത്തച്ഛൻ? ഇല്ല. അങ്ങനെങ്കിൽ ഒറ്റ വാക്കി പറയാം, യഹൂദനല്ലാത്ത സകലരും ആരാ? ജാതികളാ. അതിന് കോട്ടയത്തെ മുളമുട്ടി കുടുംബത്തിലെയും കല്ലും മുട്ടിലായാലും മതിലെ കുരുത്തതായാലും നീ ആരാ? ജാതിയാന്ന്. സംശയമുണ്ടെങ്കിൽ പുസ്തകം പഠിച്ചു നോക്ക്. സ്വർഗത്തിലെ ദൈവം യഹൂദനല്ലാത്ത സകലനെയും സംബോധന ചെയ്ത പേര് ജാതികളെന്ന. എന്നാൽ അപ്പോസ്തലന്മാർ ഇത് പ്രസംഗിച്ചത് ആരുടെ മുമ്പിലാ? ഒന്ന്, യഹൂദൻ്റെയും 2 ജാതികളുടെയും നടുവിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തിയപ്പോൾ യഹൂദന്മാരിൽ നിന്നും ഒരു പക്ഷം, ജാതികളിൽ നിന്നും ഒരു പക്ഷം ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ആധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രംഗത്ത് വന്നപ്പോൾ യഹൂദനെന്നില്ല, യവനനെന്നില്ല, ബർവരനെന്നില്ല, ശകനെന്നില്ല, ദാസനെന്നില്ല, സ്വതന്ത്രനെന്നില്ല, എല്ലാം കൂടെ ചേർന്ന് വന്നപ്പോൾ അത് ക്രിസ്ത്യാനി എന്ന പേരായി. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവമക്കൾ എന്ന കൂട്ടമുണ്ടായി. അങ്ങനെങ്കിൽ ഇന്ന് ഈ ഹോളിനകത്ത് യഹൂദൻ ഇല്ലെന്ന് നിങ്ങൾ സമ്മതിച്ചല്ലോ. അങ്ങനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് 2 കൂട്ടരെ ഇപ്പോൾ ഉള്ളൂ. ഒന്നുകിൽ ജാതി, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഇതിൽ ആരെ കൊണ്ടുപോകാനാണ് യേശു വരുന്നതെന്നാ ഇന്നലെ ഇത്രയും നേരം കേട്ടത് മനസ്സിലായത്?
ആരെ കൊണ്ടുപോകാനാ? ദൈവമക്കളെ കൊണ്ടുപോകാൻ. അങ്ങനെങ്കിൽ നിന്റെ നിത്യത എന്താകും? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ യഹൂദന്റെയും ജാതികളുടെയും നടുവിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചപ്പോൾ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും കർത്താവ് വചനത്തെ ഉറപ്പിച്ചു. അത് നിമിത്തം, ശ്രദ്ധിക്കൂ, അത് നിമിത്തം അവിടെ ഭൂതങ്ങളിൽ ഇളകി ഓടുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, വീര്യപ്രവർത്തി നടക്കും. ഇതെല്ലാം കണ്ടപ്പോൾ യഹൂദരിൽ നിന്നും ജാതികളിൽ നിന്നും അനേകർ ആരെ വിശ്വസിച്ചു? കർത്താവിൽ വിശ്വസിച്ചു. വിശ്വസിച്ചിടത്തെല്ലാം എന്തുണ്ടായി? സഭയുണ്ടായി. ആ ദൈവപ്രവൃത്തിയാണ് ഇന്നും നടക്കുമെന്ന് ഷമീർ പാസ്റ്റർ പറഞ്ഞത്. തിരിച്ചറിഞ്ഞോണം, ആ ദൈവപ്രവൃത്തി അന്നെന്ന പോലെ ഇന്നും നടക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം എന്തെന്നറിയാമോ? ഈ ആമേൻ അവിടെ എല്ലാം ദൈവസഭയ്ക്ക് ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു. ഈ ദൈവസഭയെ അഡ്രസ്സ് ചെയ്ത് എഴുതപ്പെട്ടതാണ് എന്ത്? ലേഖനങ്ങൾ, അല്ലേ? ഇതിലെ സിംഹഭാഗം എഴുതിയിരിക്കുന്ന ആളാരാ? അപ്പോസ്തലനായ പൗലോസ്. ഈ പൗലോസ് ആരാ? നിഴല് തട്ടിയ രോഗിയെ സൗഖ്യമാകുന്ന കൃപാവര ശ്രേഷ്ഠൻ, വെളിപ്പാടുകളുടെ ആധിക്യമുള്ളയാൾ. പോരാ, യേശുക്രിസ്തുവിന് ശേഷം മരിച്ചുപോയ യൂത്തിക്കോസ് എന്ന് പറഞ്ഞ ആള് ഉയർപ്പിച്ച കൃപാവരത്തിൻ്റെ ശ്രേഷ്ഠനായ അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന വ്യക്തി 14 ലേഖനങ്ങൾ കുറിച്ചപ്പോൾ ചോദ്യം, ഒരൊറ്റ ലേഖനത്തിലെങ്കിലും ഒരു പനി മാറിയത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അയന്ന അപ്പോസ്തല പ്രവൃത്തി എന്ന ലേഖനത്തിൽ വന്നപ്പം പൗലോസിൻ്റെ കൃപയൊക്കെ ആവിയായി പോയോ? കൃപയായിട്ട് അവിടെ തന്നെ ഉണ്ട്. ആമേൻ. പക്ഷേ അകത്തു വന്നവനോട് ഇനി സൗഖ്യമല്ല, വിടുതലല്ല, മിറക്കിളല്ല. അകത്തു വന്നവനോട് ഒന്നേ പറയാനുള്ളൂ, കാഹളം മുടങ്ങാൻ സമയമായി. നാം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കോ. അകത്ത് കയറിയെങ്കിൽ ഒരുങ്ങിക്കോ. ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിച്ചോ, ആത്മാവിനെ അനുസരിച്ച് ജീവിച്ചോ. അകത്തു വന്നെങ്കിൽ പോകാൻ ഒരുങ്ങിക്കോ. അപ്പൊ കൃപാവരം ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. അകത്തു വന്നവൻ്റെ അടുത്ത് രോഗസൗഖ്യവും അത്ഭുതവും അടയാളവും മിറക്കിളും പ്രൊജക്റ്റ് ചെയ്തില്ല. പ്രൊജക്റ്റ് ചെയ്തത് നിത്യതയാ. അല്ലേ പാസ്റ്ററേ? നിത്യതയാ. അപ്പം ചോദിക്കും, അകത്ത് വന്നവന് രോഗമില്ലേ? ഉണ്ട്. എപ്പഫ്രോദിത്തോസിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. പൗലോസ് പറഞ്ഞു, ഞാനാരാ മോൻ, ഞാൻ ചെന്നങ്ങോട്ട് കൈ വെച്ചതേ ഉള്ളൂ. എപ്പഫ്രോദിസ് ചാടി എഴുന്നേറ്റ് കുതിച്ച് നടന്നു. ആ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ആ എപ്പഫ്രോദിത്തോസ് ഇന്ന് വണ്ടിക്കൂലി കൊടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. പറയൂ, എന്തായിരുന്നു അനുഭവം? ഇതൊന്നും പൗലോസ് പറഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ കൊണ്ടു നടക്കുന്ന വിക്രിയകളാ. സ്തോത്രം. മനസ്സിലാക്കിക്കോണം. പൗലോസ് പറഞ്ഞു, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ കർത്താവ് അവനോട് കരുണ കാണിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയാം, ഈ പട്ടണത്തിലുള്ള അനേകർക്ക് സങ്കടത്തിൻ്റെ മേൽ സങ്കടം വരാതിരിക്കാൻ ദൈവം അഭിഷിക്തനോട് കരുണ കാണിച്ചു എന്ന് മാത്രമേ പറയാനുള്ളൂ. പലർക്കും തീരാ സങ്കടമായി മാറാതിരിക്കാൻ ദൈവം അല്പം കരുണ കാണിച്ചെന്നേ. അതിനപ്പുറത്ത് ആർക്കും മഹത്വം പറയാനില്ല. ഉണ്ടോ? അതാ ദൈവസഭ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതേ പൗലോസ് ജാതികളുടെ അടുക്കൽ ചെന്നാലോ വീര്യപ്രവർത്തികൾ ചടപടെ നടക്കുക. അങ്ങനെയെങ്കിൽ ഇന്നും നടക്കുമെന്ന് ഞാൻ പറയുന്നു. എന്നാൽ ഇന്ന് എന്തുകൊണ്ടാണ് കേരളത്തിലെ പല സൗഖ്യദായകന്മാരെയും വിമർശിക്കുന്നത് നിങ്ങൾക്കറിയാമോ? പറയാൻ കാരണം ഇതാ, നിങ്ങൾക്ക് കൃപാവരം ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളെ ടിക്കറ്റ് വെച്ച് അകത്ത് കയറ്റി അവരുടെ കാലുവേദനയും നടുവേദനയും മാറ്റാൻ നിൽക്കാതെ, നിങ്ങൾക്ക് കൃപാവരമുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങ്. നശിച്ചു പോകുന്നൊരു കൂട്ടം പുറത്ത് കിടപ്പുണ്ട്. അവിടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്ക്. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വെളിപ്പെടട്ടെ. അത് നിമിത്തം അവർ കർത്താവിനെ അറിഞ്ഞ് അകത്ത് വരട്ടെ. തൻ്റെ ഇടമുണ്ടോ? കൃപാവരക്കാരെ, നിങ്ങൾ ഇറങ്ങ്. ദൈവസഭയ്ക്കകത്തുനിന്ന് സകല കൃപാവരങ്ങളുള്ളവരും ജോലിച്ചെഴുന്നേക്കട്ടെ. എന്തിനാ? പുറത്തിറങ്ങി ആത്മാക്കളെ അകത്തു കൊണ്ടുവരാൻ. ഇതാ ഞാൻ പഠിച്ച പുസ്തകം. ആമേൻ. അങ്ങനെയുള്ള കൃപാവരക്കാരുണ്ടെങ്കിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ കണ്ടില്ലല്ലോ നമ്മളാരും. കേവലം ഒരു സോപ്പ് കുമളയ്ക്കകത്ത് ചത്തുപോകുന്ന ഒരു വൈറസിൻ്റെ മുമ്പിൽ കേരളത്തിലെ ഒറ്റ സൗഖ്യദായകന്മാർ നെഞ്ചുവിരിച്ച് പറഞ്ഞോ, കൊണ്ടുപോവാ പോസിറ്റീവ് രോഗികളെ, എൻ്റെ കൃപ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞോ? സ്വന്തം മക്കൾക്ക് കൊറോണ വരാതിരിക്കാൻ വാതിലകത്ത് അടച്ച അകത്ത് കയറിയ അണ്ണന്മാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്.
പക്ഷെ അന്നും ദൈവപ്രവർത്തിക്ക് കുറവില്ല. നിങ്ങൾക്കറിയാമോ, ഈ അമേരിക്കയിലുള്ള പല അമ്മച്ചിമാരോടും അപ്പച്ചന്മാരോടും സഹോദരന്മാരോടും ഇവിടുത്തെ മെഡിക്കൽ പലരും പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. ശരിയല്ലേ? ആമേൻ. വീട്ടിൻ്റെ അകത്ത് പോയി കതകടച്ചിരുന്നു. ഒറ്റ കൃപാവരക്കാരനെ വിളിക്കാൻ അവസരമില്ലാതെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയപ്പോൾ എത്ര എണ്ണത്തിന് സ്വർഗം ഇറങ്ങി വന്ന് അത്ഭുത സൗഖ്യം കൊടുത്ത സാക്ഷ്യം ഈ കഴിഞ്ഞ കോവിഡ് കാലയളവിൽ കേട്ടു. കാരണം എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവ് ഒരുത്തനുമില്ലായിരുന്നു. ദൈവം ഇറങ്ങി വിടുവിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവപ്രവൃത്തി അന്നെന്ന പോലെ ഇന്ന് നടക്കും. പക്ഷേ നമ്മൾ ഈ നമ്പറുകൾ കണ്ട് കണ്ട് തെറ്റിപ്പോകരുതെന്നാണ് പറഞ്ഞത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പരസ്യയോഗങ്ങൾ നടത്തി. അതിനുശേഷം ഛത്തീസ്ഗഡ് ഒറീസ പ്രദേശത്തും കൂടെ പോയങ്ങോട്ട് വന്നേ. നിങ്ങൾക്കറിയാമോ, ഒരു ഫ്ലെക്സിലും ഒരു യൂട്യൂബിലും ഒരു ഫേസ്ബുക്കിലും ഒരു ബാനറിലും ഒരു മീഡിയയിലും ഒന്നും ഇല്ലാത്ത സ്കൂളിൽ 5ഓ 6ഓ ക്ലാസ്സും മാത്രം പഠിച്ച ചില അപ്പച്ചന്മാർ ആമേ വടക്കേന്ത്യയുടെ ചില ഗാവുകളിലൊക്കെ ചെല്ലുമ്പോൾ ചങ്ങലക്കിട്ട് കിടക്കുന്ന പ്രാന്തന്മാരെ നോക്കി ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആമേ അവന് സുബോധം വന്നിട്ട് ഒരു ഗ്രാമം മുഴുവൻ രക്ഷിക്കപ്പെടുന്ന ദൈവപ്രവൃത്തി നടക്കുക, വീര്യപ്രവൃത്തി നടക്കുക. അനേക ആത്മാക്കൾ വിടുവിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ആ ദൈവിക പ്രവർത്തിക്കൊന്നും കുറവ് വന്നിട്ടില്ല. അതുകൊണ്ട് തിരിച്ചറിഞ്ഞോണം, കൃപയുണ്ടെങ്കിൽ ആത്മാക്കളെ നേടാൻ ഉപയോഗിച്ചു. അപ്പം നിങ്ങൾ ഒരു കാര്യം കൂടെ ചോദിക്കും, അപ്പം അകത്തു വന്നവന് രോഗം വന്നാലോ പാസ്റ്ററെ? പുസ്തകത്തിൽ പ്രമാണം വെച്ചിട്ടുണ്ട്, അകത്ത് വന്നവൻ കെട്ടഴിഞ്ഞ പുസ്തകമല്ല, അകത്ത് വന്നവൻ നാഥനില്ലാത്തവനല്ല, അകത്ത് വന്നവന് ഒരു ശുശ്രൂഷകനുണ്ട്, ഇടയനുണ്ട്, മേയ്ക്കാൻ ഒരു ഇടയനുണ്ട്. ആമേ പറയുന്നു, നിങ്ങളിൽ രോഗിയായി കിടക്കുന്നവൻ ആ ശുശ്രൂഷകനെ വരുത്തട്ടെ, സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ വന്ന് പ്രാർത്ഥിച്ചു. അകത്ത് വന്നവന് രോഗം വരത്തില്ലെന്ന് ഏത് ബൈബിളിൽ പറഞ്ഞു? രക്ഷിക്കപ്പെട്ടവന് സ്നാനപ്പെട്ടവന് അസുഖം വരത്തില്ലെന്ന് ഏതെങ്കിലും ബൈബിളിൽ പറഞ്ഞു? ഇല്ല. വരാം, വന്നാൽ പ്രാർത്ഥിക്കാൻ ഒരു നാഥനുണ്ട്, ഇടയനുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്. അവർ വരട്ടെ. അവർ വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? നിങ്ങൾ തമ്മിൽ തമ്മിൽ ആമേൻ, പാപങ്ങളെന്ന് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ മൂലഭാഷ പഠിക്കുമ്പോൾ അതിനൊരു അർത്ഥം കൂടിയുണ്ട്. തമ്മിൽ തമ്മിൽ കുറവുകളെ ഏറ്റുപറയണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ച ആരാധന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മറ്റേ സഹോദരനെ നോക്കി വീർപ്പിച്ച് കെട്ടിയ മോന്തയാട്ടും പറഞ്ഞാൽ പോയതെങ്കിൽ നിനക്ക് സൗഖ്യം വരണമെങ്കിൽ ആ സഹോദരനെ വിളിച്ച് നീ ഒന്ന് നിരപ്പ് പ്രാപിക്ക്. എന്നിട്ട് നിൻ്റെ ശുശ്രൂഷകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, സൗഖ്യം വരും. അപ്പോൾ അടുത്ത ചോദ്യം, പാസ്റ്റർ എന്നിട്ട് എൻ്റെ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് സൗഖ്യം വന്നില്ലെങ്കിൽ അടുത്ത ചിന്ത, ആമേൻ, എൻ്റെ കൃപ ഇത് തൽക്കാലം മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ ഇതിലൂടെ കടന്നു പോകാനുള്ള കൃപ അങ്ങോട്ട് തരാം. മതി, പ്രൈസ് ദി ലോർഡ്, മതിയെന്നേ, ഹല്ലേലൂയ. കാരണം ഈ കൂടാരമാകുന്ന ഭൗമഭവനം ഏതെങ്കിലും വിധത്തിൽ പൊളിഞ്ഞെങ്കിലേ അകത്തിരിക്കുന്നത് എത്തേണ്ടടുത്ത് എത്തത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ആമേൻ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു. ആ ദൈവപ്രവർത്തി ഇന്നും നടക്കണം. അത് നിമിത്തം അനേകർ കർത്താവിനെ അറിയണം, അവരകത്തു വരണം. അകത്തു വന്നാലോ? അകത്തു വന്നാൽ അവന് പ്രമാണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നോക്കൂ, അമേരിക്കയിൽ വരാൻ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറി ഒരുത്തൻ കയറിയില്ല, താഴെ നിൽക്കുക. അകത്ത് കയറിയവനോട് പറയുകയാണ് സീറ്റ് ബെൽറ്റ് ധരിക്കണം, പുകവലി പാടില്ല, പിന്നെ ഓടിച്ചാടി നടക്കല്ലേ, പിന്നെ ടേക്ക് ഓഫ് ആകുമ്പോഴത്തേക്ക് സീറ്റൊക്കെ സ്റ്റഡി ആക്കണം, വിൻഡോ ഒക്കെ ഓപ്പൺ ആക്കണം. ഇതെല്ലാം ഇങ്ങനെ പറയുക. പുറത്ത് നിൽക്കുന്നവൻ പറയാ, ഞാൻ വലിക്കും. നീ വലിച്ചോ, നീ ഇതിൻ്റെ അകത്ത് കയറിയില്ലല്ലോ, നീ വലിച്ചോ. അകത്തിരിക്കുന്നവൻ അവൻ ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ ക്ഷേമത്തോടെ ഇറങ്ങണമെങ്കിൽ അകത്ത നിയമങ്ങൾ പാലിച്ചു പോയേ മതിയാകൂ. കുഞ്ഞെ, ഈ ലോകത്തിലൊരു നിസാര കാര്യത്തിന് ഇതാണ് പ്രമാണമെങ്കിൽ, നാം എത്തപ്പെടാനിരിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രമാണങ്ങളെ അനുസരിക്കാതെ കേവലം വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയത് കൊണ്ട് നിത്യതയിൽ പോകുമെന്ന് വിചാരിക്കുന്നെങ്കിൽ തെറ്റിപ്പോയി. അതിന് തെളിവായ അനേക വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഞാൻ അവസാനിപ്പിക്കുകയുള്ളൂ. ശ്രദ്ധിച്ചോണം. അപ്പോൾ ആമേൻ, അവർ പ്രസംഗിച്ചിടത്തെല്ലാം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ചു പോന്നു ദൈവം. അവിടെയെല്ലാം സഭകളുണ്ടായി. ആ സഭയ്ക്കകത്ത് യഹൂദരിൽ നിന്ന് വന്നവരുണ്ട്,
ജാതികളിൽ നിന്ന് വന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ഇതിൻ്റെ അകത്ത് ഷമീറും നാരായണനും ഗോപാലനും കോശി വൈദ്യനും അമ്മദ് കുട്ടിയും ചാക്കോച്ചനും ഒന്നിച്ചിരുന്ന് ഒറ്റ ദൈവത്തെ ആരാധിക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ദൈവസഭയാണ്. ഇത്ര മനോഹരമാ അല്ലേ? ജാതി പ്രശ്നം, മതപ്രശ്നം, അതൊക്കെ ഉള്ള ചില ആളുകൾ ഇതിൻ്റെ അകത്തുണ്ടാവാന്നേ. ഞാൻ നേരത്തെ പറഞ്ഞു, ഉണ്ടാകാം, എണ്ണപ്പെട്ടവരുണ്ടാകാം. പക്ഷെ സഭ അങ്ങനല്ല, സഭയ്ക്കതില്ല. എണ്ണപ്പെട്ടവരുണ്ടാകാം. ഞാൻ ചോദിക്കട്ടെ, തുപ്പൽ ഇഷ്ടമുള്ള ആരുണ്ട് ഇവിടെ? പറ. നാട്ടുഭാഷ ഞാൻ ചോദിക്കുക. തുപ്പൽ, നമ്മൾ തുപ്പി വെച്ചിട്ടോ അയ്യോ കൊള്ളാലോടി നല്ല രസം, അങ്ങനെ ആരും പറയത്തില്ലല്ലോ. ഉണ്ടോ? അയ്യേ പറഞ്ഞേ, ഉണ്ടോ? തുപ്പൽ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? തുപ്പൽ ഇഷ്ടമാണോ? എന്നാൽ മൊത്തം തുപ്പി വെച്ച് വന്നിരുന്നാൽ മതി, പോട്ടു. പറ്റുമോ? നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നില്ലേ ഇതിനകത്ത്? എല്ലാം നീക്കിയിട്ട് നമുക്കൊരു സഭ കണ്ടെത്താൻ പറ്റില്ല. മനസ്സിലായോ? എന്നോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, പാസ്റ്റർ ഞാൻ ഏത് ചർച്ചിൽ പോകണം? ശരിയാ, ഇന്നും അതൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങളിതെല്ലാം പറയും, ഏത് ചർച്ചിൽ പോകണം? ഞാൻ അങ്ങനെ ചോദിക്കുന്നുള്ള ഒറ്റ മറുപടി പറയത്തുള്ളൂ, നിങ്ങൾ ഏത് ചർച്ച വേണമെങ്കിലും പോക്കോ, ബട്ട് വൺ കണ്ടീഷൻ, നിങ്ങൾ പോകുന്നിടത്ത് നിത്യതയെക്കുറിച്ചുള്ള പഠിപ്പിക്കലുണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കോണം. നിത്യതയെക്കുറിച്ച്. കാരണം ശിഷ്യഗണത്തോട് ഒരിക്കൽ കർത്താവ് പറഞ്ഞു നിങ്ങൾക്കും പൊക്കോളാൻ പറഞ്ഞു. അവർ തിരിഞ്ഞു പറഞ്ഞ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, നാഥ നിത്യജീവൻ്റെ മൊഴികൾ നിന്റെ വക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? ആമേൻ. ഞാൻ 30 വർഷമായി പള്ളിയിൽ പോന്നു, പക്ഷേ യേശു വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ലെങ്കിൽ നീ പോകുന്ന സഭയല്ല. ആമേൻ. യെസ്. അറിയാമോ, ഞാൻ നാട്ടിൽ ഒരു കത്തോലിക്ക അച്ചാച്ചനോട് സുവിശേഷം പറയാൻ ചെന്നു തിരുവനന്തപുരത്ത്. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു 54 വർഷമായിട്ട് ഞാൻ ക്രിസ്ത്യാനിയാണ്. എൻ്റെ അടുത്താണോ മോൻ ഇന്നലെ വന്ന മോൻ സുവിശേഷം പറയാൻ വന്നതെന്ന് ചോദിച്ചു. പിന്നെ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു ആട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഓക്കെ എന്നാൽ പ്രാർത്ഥിക്കട്ടെ. പ്രാർത്ഥിച്ചു. ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, അച്ഛാ യേശുവിൻ്റെ പേരെന്താണെന്നറിയാവോ? സിമ്പിൾ അല്ലേ? സൺഡേ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയുന്ന കാര്യം, യേശുവിൻ്റെ പേരെന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചപ്പോൾ 54 വർഷം ക്രിസ്ത്യാനിയായ മനുഷ്യൻ പറയുകയാണ് യേശുവിൻ്റെ പേര് യേശു, ഇപ്പോൾ വേറെ എന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. പുള്ളി ചോദിക്കുകയാണ് യേശുവിൻ്റെ പേര് യേശു, ഇപ്പോൾ വേറെ എന്തൊരു പേരിരിക്കണം യേശുവിനെന്ന്. നോക്കൂ, ആമേൻ. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണമെന്നൊരു വാക്യം പുസ്തകത്തിലുണ്ട്. ഞാൻ പറഞ്ഞത്, ഞാൻ പേര് കൊണ്ട് 55 വർഷം ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്ന് കാഹളം ധ്വനിക്കും, എപ്പോൾ കർത്താവ് വരും, ആരെ കൊണ്ടുപോകാൻ വരും, ആ നിത്യതയ്ക്കായി ഞാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ഇന്ന് വരെ ഒരു പഠനം നിനക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോണം, ആ പള്ളിക്കാർക്കും നിന്റെ ആത്മാവിനെ കുറിച്ചൊരു വേവലാതിയുമില്ല. നീ നരകത്തിൽ പോയാലും അവർക്ക് സങ്കടമില്ല. എന്ന് ഈ നിത്യതയെക്കുറിച്ച് നീ പഠിക്കുന്നുവോ അന്ന് നീ അവിടെ വിടുമെന്നവർ ഭയക്കുന്നു. അതുകൊണ്ട് നിന്നെ അതൊരിക്കലും പഠിപ്പിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ പോകുന്നിടത്ത്, ഇനി പെന്തക്കോസിലാണെങ്കിലും ഞാൻ പറയാം, ഇപ്പോഴും പലയിടത്തും മത്തായും മർക്കോസും ലൂക്കോസും യോഹന്നാനും വിട്ട് പുറത്ത് വന്നിട്ടില്ല. മനസ്സിലായോ? ഇനി മാക്സിമം അപ്പസ്തോല പ്രവൃത്തി വരെ പോകും. തന്നെയും പിന്നെയും രക്തസ്രാവക്കാരിയെ തൊട്ടത്, അതൊക്കെ കഴിഞ്ഞില്ലേ? ജനത്തെ നിത്യതയ്ക്ക് പോകാൻ ഒരുക്ക, കർത്താവ് വരാറായെന്ന്. ഇങ്ങനെ കളിച്ചു നടന്നാൽ അങ്ങോട്ട് പോവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെ നിത്യതയ്ക്ക് വേണ്ടി ഒരു കഥ ദൈവസഭ. ആമേൻ. അപ്പോൾ അതുകൊണ്ട് പോകുന്നിടത്തെല്ലാം ആമേൻ അവർ പ്രസംഗിച്ചു ക്രിസ്തുവിനെ. അവിടെയെല്ലാം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തി നടന്നു. അവിടെയെല്ലാം സഭയുണ്ടായി. ഇനി 1-2 കാര്യങ്ങൾ പറയാം. ആമേൻ. ചില ആളുകൾ പറയും ഈ ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടില്ലല്ലോ, പക്ഷെ പരദീസയിൽ പോകുമെന്ന് കർത്താവല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. ശരിയാണോ? അറിവില്ലായ്മ ഒരു തെറ്റല്ല, പക്ഷെ അറിയാൻ ശ്രമിക്കണ്ടേ? അറിയാൻ ശ്രമിക്കാത്തത് തെറ്റാണ്. അറിവില്ലായ്മ തെറ്റല്ല, നമ്മളെല്ലാം എല്ലാം പഠിച്ചു തികഞ്ഞവരൊന്നുമല്ല. നമ്മൾ ഇനി അറിയേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അറിയാനൊരു മനസ്സുണ്ടാകണം, പഠിക്കാനൊരു ശ്രമം ഉണ്ടാകണം. ക്രൂശിലെ കള്ളൻ ന്യായപ്രമാണത്തിന് കീഴെയാണോ മരിച്ചത്, കൃപായുഗത്തിലാണോ മരിച്ചത്? അത് ആദ്യം പറയണം. അതിപ്പോൾ ന്യായപ്രമാണം ഏതാ കൃപായുഗം ഏതാന്ന് അറിയാത്തവനോട് ചോദിച്ചാൽ പറയാം. മോശ മുതൽ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ചവരൊക്കെയും, ഈവൻ യേശുക്രിസ്തു ജനിച്ചതുപോലും ന്യായപ്രമാണത്തിന് കീഴെ ജനിച്ചവനായി കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ എന്നാണ് വാക്യം. അപ്പോൾ
ആമേൻ, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് വരെയുള്ളവർ ന്യായപ്രമാണത്തിന് കീഴെയുള്ളവർ. ചോദ്യം വീണ്ടും, കള്ളൻ മരിച്ചത് ഉയർത്തെഴുന്നേൽപ്പിന് മുൻപാ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിന് മുൻപാണോ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പാണോ, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണോ? ശ്രദ്ധിച്ച് കേൾക്കണം. യേശു എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്നെ ചേർക്കാൻ വീണ്ടും വരും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവനാണ് കൃപയാലുള്ള രക്ഷ. അല്ലേ? അങ്ങനല്ലേ? റോമാലേഖനം 10:9 തെളിവ്. ആമേൻ. അപ്പോൾ യേശു മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും വീണ്ടും വരുമെന്നും വിശ്വസിക്കണം. അപ്പോൾ ഈ ഉയർത്തെഴുന്നേൽപ്പിന് മുൻപാണോ ക്രൂശിലെ കള്ളൻ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റതിന് ശേഷമാണോ മരിച്ചത്? അത്രയും പറഞ്ഞാൽ മുൻപാണ്. അപ്പോൾ ഇവൻ എവിടെയാണ് മരിച്ചത്? ന്യായപ്രമാണത്തിന് കീഴെയാണ് മരിച്ചത്. ന്യായപ്രമാണത്തിന് കീഴെ ജീവിച്ചവനോട് യോഹന്നാൻ സ്നാപകൻ വന്ന് വിളിച്ചു പറഞ്ഞ അരുളപ്പാടെന്തായിരുന്നു? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവീൻ. അല്ലേ? ആ മാനസാന്തരം അങ്ങേർക്ക് എവിടെ വെച്ചുണ്ടായി? ക്രൂശിൽ വെച്ചുണ്ടായി. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം പത്രോസ്ലീഹ വിളിച്ചു പറഞ്ഞ എന്താ? നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ സ്നാനവും കൂടെ വെക്കാൻ പറഞ്ഞു. പിടികിട്ടിയോ? അതാരോടാ പറഞ്ഞേ? കൃപായുഗത്തിലുള്ളവനോടാ പറഞ്ഞു. ന്യായപ്രമാണത്തിന് കീഴെ ജീവിച്ചവനോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. ആ മാനസാന്തരം അങ്ങേർക്ക് ക്രൂശി വെച്ചുണ്ടായി, പറുദീസയിൽ ഇരുത്താന്ന് പറഞ്ഞു. ഇന്ന് ഞാനും നിങ്ങൾ ജീവിക്കുന്ന കൃപായുഗത്തിൽ നമ്മോട് പത്രോസ് വിളിച്ചു പറഞ്ഞു, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടാൻ. നീ ഇന്നും കള്ളനെയും പിടിച്ചുകൊണ്ടിരിക്കരുത്. ഇനി ഒരു ആത്മീക മർമ്മം കൂടെ പറയാം. എന്തിനായി സ്നാനം? റോമാലേഖനം 6-ാം അധ്യായം പറയുന്നു, ആമേൻ, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളിയായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ ആത്മീകമായി ചിന്തിച്ചാലും യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ തൊട്ടടുത്ത പങ്കാളിയാകാനുള്ള ഭാഗ്യവും ആ കള്ളന് ആത്മീകമായി ലഭിച്ചു. അപ്പം നിങ്ങൾ ചോദിക്കും, അത് മറ്റേ കള്ളനും ലഭിച്ചല്ലോ എന്ന്. അവൻ മാനസാന്തരപ്പെട്ടില്ലല്ലോ. അപ്പം മാനസാന്തരപ്പെട്ടവനാണ് സ്നാനപ്പെടേണ്ടത്. അതും കൂടി ഒന്ന് മനസ്സിലാക്കിക്കോണം. രക്ഷിക്കപ്പെടാത്തവനെ പിടിച്ച് മുക്കരുത്. ഞാൻ പണ്ട് 40 പേരുള്ള ഒരു സഭയിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടവർ കരങ്ങൾ ഉയർത്താൻ പറഞ്ഞു. അപ്പോൾ ഒരു 5-6 പേര് കൈപൊക്കി. 40 പേരോളം ഉണ്ട് സഭയിൽ. ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ഈ 5-6 പേരൊഴികെ ബാക്കിയുള്ളവരൊന്നും വിശ്വാസികളല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ചിന്ത ഒന്ന് ഭരിച്ചിട്ട് ചോദിച്ചു, സ്നാനപ്പെട്ടവരെല്ലാം കൈപൊക്കാൻ പറഞ്ഞു. 40 പേരും പൊക്കി. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടത് 5-6 പേര്, സ്നാനപ്പെട്ടത് 40 പേര്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ചാകാതെ കുഴിച്ചിട്ടവർ ഒത്തിരി ഉണ്ടാകത്ത്. ചാകാതെ ഒരുത്തനെ പെട്ടി കുഴിച്ചിട്ടാൽ അവൻ ഒറ്റ വെപ്രാളേ ഉള്ളൂ, പെട്ടി മാന്തി പുറത്ത് വരിക. അതുകൊണ്ടാണ് പലരും ഇങ്ങനെ മാന്തി പൊളിച്ച് പുറത്ത് വരുന്നത് നമ്മൾ കാണുന്നത്. യഥാർത്ഥമായി ചത്തവൻ വെള്ളത്തിന്മേൽ കുഴിച്ചിട്ടാൽ അതാണ് സ്നാനം. അവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ സ്വർഗം വിളിച്ചു പറയുന്നു, ഇതാ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി. പഴയ മനുഷ്യനെ വെള്ളത്തിൽ കുഴിച്ചിട്ടു, ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി എഴുന്നേൽക്കുന്നു. സ്നാനം. അതുകൊണ്ട് കള്ളനെ നോക്കി നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇനി വേറെ ചിലർ പറയും, ഞങ്ങൾ കുഞ്ഞിലെ സ്നാനമേറ്റു. അപ്പം ഇപ്പം പറഞ്ഞു, യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും, ആ വാക്യം ഒന്ന് ഇട്ടേരെ എന്തായാലും ഇനി അങ്ങനെ തന്നെ ആണോ? റോമർ 10:9. ആമേൻ. നോക്കൂ, യേശുവിനെ കർത്താവ് എന്ന് ആമേൻ വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. രക്ഷപ്പെടുമെന്നല്ല, അങ്ങനെ ആരും പറയരുത്, രക്ഷിക്കപ്പെടുമെന്നാണ് പറഞ്ഞത്. അപ്പം രക്ഷിക്കപ്പെടണമെങ്കിൽ ഈ പ്രോസസ്സ് നടക്കണം. ഇത് നടക്കുന്നവനാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനക്കടവിലോട്ട് ഇറങ്ങേണ്ടത്. ഈ കുഞ്ഞിൽ എങ്ങനെയാണ് ഇത് നടക്കുക? മനസ്സിലാവുന്നുണ്ടോ? ഈ കുഞ്ഞിനോട് പറയാണ്, കുഞ്ഞേ, നിനക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും നിന്നെ ചേർക്കാൻ വേണ്ടി വരുമെന്നും നീ വിശ്വസിക്കുന്നുവോ? കുഞ്ഞങ്ങനെ കിടക്കുകയല്ലേ. കുഞ്ഞങ്ങനെ പറയും. അപ്പം നിങ്ങൾ പറയുന്ന മറുപടി, അതിന് പറയാൻ വേറൊരാളെ ആ പുള്ളി പകരത്തിന് പുള്ളി പറഞ്ഞോളൂ എന്നാ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഈ കത്തോലിക്ക പള്ളിയിലോ യാക്കോബിലോ ഓർത്തഡോക്സിലോ ഒക്കെ കല്യാണത്തിന് പോയിട്ടുണ്ടോ? പറ, വേഗം പറ, സമയം പോകും. കല്യാണത്തിന് പോയിട്ടുണ്ടോ? ഈയോടാ കല്യാണം ആരാധന മുടക്കി കല്യാണത്തിന് പോകുന്ന പുള്ളികളൊക്കെ മിണ്ടാണ്ടിരി. ശ്രദ്ധിച്ചേ, കല്യാണത്തിന് പോയിട്ടുണ്ടല്ലേ? അവിടെ ഈ അച്ഛന്മാർ, നമ്മുടെ പുരോഹിതന്മാർ
ഈ ബഹുമാനപ്പെട്ട അച്ഛന്മാർ ചോദിക്കും, മോനെ പിന്നെ മകളെ സൂസമ്മേ, നിൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന തങ്കച്ചൻ്റെയും യോശാമ്മയുടെയും മകൻ ഈ തണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ചോദിക്കാറില്ലേ? ഉണ്ടോ? ചോദിക്കാറുണ്ട്. സമ്മതമാണോ എന്ന് ചോദിക്കുക. അന്നേരം പെണ്ണിൻ്റെ അപ്പൻ അവിടെ വാതിൽ നിന്നുകൊണ്ട് പറയാം, സമ്മതമാ. കെട്ടിക്കുവോ? ഏതെങ്കിലും അച്ഛന്മാർ കെട്ടിക്കുവോ? എൻ്റെ അറിവിൽ ഒരു പുരോഹിതന്മാരും കെട്ടിക്കില്ല. അച്ഛനത് മൈൻഡ് ചെയ്തില്ല. അച്ഛൻ വീണ്ടും ചോദിച്ചു, മോളെ സൂസമ്മയെ, നിൻ്റെ വലതു ഭാഗത്ത് നിൽക്കുന്ന ഏക്കബിൻ്റെ യോശാമ്മയുടെയും മകൻ തണ്ണിക്കുട്ടിയെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? ഉടനെ പെണ്ണിൻ്റെ അമ്മ എവിടെ നിന്നുണ്ടോ, ആന്നച്ചോ അവളാ കെട്ടണമെന്ന് പറഞ്ഞു നിന്നേ, കെട്ടിക്കേ. അപ്പൻ പറഞ്ഞാലും അമ്മ പറഞ്ഞാലും എൻ്റെ അറിവിൽ ഒരു പുരോഹിതനും കെട്ടിക്കില്ല. പകരം ആര് പറയണം? മണവാട്ടി ആരോ അവള് പറയണം, എനിക്ക് സമ്മതമാ. ഈ ലോകത്തിലെ മണവാട്ടിയാകാൻ പകരക്കാർ പറഞ്ഞാൽ പോരെങ്കിൽ, അപ്പൻ പറഞ്ഞാൽ പോരെങ്കിൽ, അമ്മ പറഞ്ഞാൽ പോരെങ്കിൽ, രക്തബന്ധം പറഞ്ഞാൽ പോരെങ്കിൽ, സ്വർഗീയ മണവാട്ടിയാകാൻ, കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ പകരക്കാർ പറഞ്ഞാൽ ഒക്കുമോ? ഈ ലോകത്തിലൊക്കത്തില്ലെങ്കിൽ, ഇവിടുത്തെ പുരോഹിതൻ സമ്മതിക്കത്തില്ലെങ്കിൽ, ആമേ, സ്വർഗത്തിലെ മഹാപുരോഹിതനായ കുഞ്ഞാടിൻ്റെ കാന്തയാകാൻ, മണവാട്ടിയാകാൻ പകരക്കാർ പറഞ്ഞാൽ ഒക്കത്തില്ലെന്ന യാഥാർത്ഥ്യം കുഞ്ഞെ ഇന്ന് തിരിച്ചറിഞ്ഞ് തിരുവെഴുത്തുകളെ ഗ്രഹിപ്പാൻ അവൻ അവരുടെ ബുദ്ധിയെ തുറന്നെഴുതിയിരിക്കുന്ന പോലെ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെയും ബുദ്ധിയെയും പരിശുദ്ധാത്മാവ് തുറക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധി തീരുമാനമെടുക്കാതെ, കർത്താവേ, ഞാൻ അങ്ങ് എൻ്റെ കർത്താവും എൻ്റെ രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുകയാ. എൻ്റെ പ്രാണനെ ഞാൻ അങ്ങയുടെ കരത്തിലേൽപ്പിക്കുകയാ. എനിക്ക് രക്ഷ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഇതിലും ക്ലിയറായി പറയുക? ഒരു കുഞ്ഞിന് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് പരിശുദ്ധാത്മ പറഞ്ഞു തരികയാ. എന്നിട്ടും തിരിച്ചറിയുന്നില്ലെങ്കിൽ, ആമേൻ, ഇന്നല്ലെങ്കിൽ നാളെ നാം ഒറ്റയ്ക്ക് നിൽക്കേണ്ടുന്ന ഒരു ദിവസം വരാൻ പോവുകയാ. ഒറ്റയ്ക്ക് നിൽക്കണം, കുഞ്ഞാടിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കണം. നീ പെന്തിക്കോസിൽ തുള്ളാൻ പോയോടി എന്ന് ഇന്ന് നിന്നെ തടസ്സപ്പെടുത്തുന്ന ഒരാൾക്ക് പോലും അവിടെ റെക്കമെൻഡ് ചെയ്യാൻ വരാൻ പറ്റാത്ത നിലയിൽ ഒറ്റയ്ക്ക് നിൽക്കേണ്ടുന്ന ഒരു ദിവസം വരാൻ പോവുകയാ. ഒറ്റയ്ക്ക് ചോദ്യം ചെയ്യലിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടുന്ന ഒരു ദിവസം വരാൻ പോവുകയാ. 5 അച്ഛന്മാരുള്ള കുടുംബം ഞങ്ങളുടെ കുടുംബം നിന്ന് പറയുന്ന നിനക്ക് ഒരൊറ്റ മനുഷ്യന് പോലും അവിടെ വന്ന് സഹായിക്കാൻ കഴിയാത്ത, ആമേൻ, കുഞ്ഞാടിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ട ഒരു ദിവസം വരാൻ പോവുകയാ. അന്നൊരു പക്ഷേ നീ പറയും, അയ്യോ എൻ്റെ പൊന്നു കർത്താവേ, അറിഞ്ഞില്ല, അടിയൻ അറിഞ്ഞില്ല, ഒരൊറ്റ പ്രാവശ്യമെങ്കിലും എന്നെ കേൾപ്പിച്ചെങ്കിൽ കർത്താവേ ഞാൻ 100 വട്ടം സ്നാനപ്പെട്ടേനെ എന്ന് അന്ന് നീ പറയുമ്പോൾ, കുഞ്ഞേ, ദേ ഇവിടെ ഇരിക്കുന്ന ഈ ക്യാമറയിൽ ഈ പ്രസംഗം ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ ഈ സീൻ എടുത്തു വെച്ചിട്ടുണ്ട്. അന്ന് നിന്റെ മുമ്പിൽ കൺമുമ്പിൽ അതിനെ നിരത്തി വെച്ചുകൊണ്ട് സ്വർഗം പറയും, ദാ കൊല്ലത്ത് കിടക്കുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് നീ പാർക്കുന്ന അമേരിക്ക പട്ടണത്തിൽ ഇന്ന ഹോളിന്റെ അകത്ത് നിന്റെ മുമ്പിലിരുത്തി ഒരു കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന പോലെ ലളിതമായ ഭാഷയിൽ നിനക്ക് പറഞ്ഞു തന്ന സീൻ ദേ കിടക്കുന്നു. പിന്നൊരു മറുപടിയില്ല. തലകുനിച്ച് നിൽക്കുമ്പം കർത്താവ് പറയും, ശപിക്കപ്പെട്ടവരെ, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ള നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഒരു ഭയവും തോന്നില്ലേ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. രാവിലെ ചായക്ക് വെള്ളമെടുത്ത് അടുപ്പയിലോട്ട് വെക്കുമ്പോൾ ആ ഗ്യാസിൻ്റെ അകത്ത് ചെറുവിരലൊന്ന് പൊള്ളിയാൽ, അയ്യോ മമ്മി കൈ പൊള്ളി, പേസ്റ്റ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഓടി നടക്കുന്ന നീ, ആമേൻ, ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തൊരു കാലത്തോളം കെടാത്ത തീയും ചാകാത്ത പുഴുവും കത്തുന്ന പൊയ്കക്കകത്ത്, ആമേൻ, ഫുൾ സ്റ്റോപ്പ് ഇല്ലാത്തൊരു കാലത്തോളം കിടക്കുന്ന ചിത്രം ഇമാജിൻ ചെയ്യാനെങ്കിലും നിനക്ക് കഴിയുമോ? അങ്ങനെങ്കിൽ വിളിച്ചു പറയാം, ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. തള്ളിക്കളയരുത്, ഈ രക്ഷ തള്ളിക്കളയരുത്. ഇതാകുന്നു രക്ഷാ ദിവസം. മാനസാന്തരപ്പെട്ട സ്നാനമേൽപ്പി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം ചങ്കിൻ്റെ അകത്ത് കയറി 2002
ഈ സന്ദേശം ചങ്കിനകത്ത് കയറിയപ്പോൾ ബാപ്പാടെ കുടുംബത്തെ ഓർത്തില്ല, ഉമ്മാടെ കുടുംബത്തെ ഓർത്തില്ല, കുടുംബ മഹിമയെ ഓർത്തില്ല. ആമേ, സ്നാനപ്പെടാൻ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ കുടുംബക്കാർ ബൈപ്പാസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് താഴെ കാണുന്ന നദിയിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, മതം മാറാൻ പോയാൽ നിന്നെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ താഴെ വെള്ളത്തിൽ നിന്നുകൊണ്ട് ഞാനും എൻ്റെ ഉമ്മയും അനിയത്തിയും കൂടെ മുകളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, ആമേ, മുങ്ങുന്നതിന് മുമ്പ് വെട്ടരുത്, നരകത്തിൽ പോകും, മുങ്ങിയേച്ച് വെട്ടിക്കോ, സ്വർഗത്തിൽ പോകുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇറങ്ങി തിരിച്ചത് ഒരു പൊട്ടത്തരമല്ലെന്ന് അഭിമാനത്തോടെ വിളിച്ചു പറയുക. അതുകൊണ്ട് ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദകാലം, മാനസാന്തരപ്പെടുവീൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ നിർത്താം. കാര്യം ഇന്നും സുവിശേഷത്തിലൂടെ കയറിപ്പോയത്. നാളെ നമുക്ക് അകത്ത് വന്നവൻ എന്ത് ചെയ്യണമെന്ന് പറയാൻ പോവുകയാണ്. നാളെ ദൈവം അനുവദിച്ചാൽ, കർത്താവ് വന്നില്ലെങ്കിൽ അകത്ത് വന്നവൻ ഏത് നിലയിൽ നിന്നാൽ അങ്ങോട്ട് പോകുമെന്ന് അടുക്കടുക്കടുക്കായി കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നാളെ ചിന്തിക്കാം നമുക്ക്. ആമേൻ. അതുകൊണ്ട് ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഇന്നത്തെ പ്രസംഗം നിർത്താം. ശ്രദ്ധിച്ചോ. ആമേൻ. ചില ആളുകൾ പറയുന്ന മറ്റൊരു ചിന്ത കൂടിയുണ്ട്. ആമേൻ, ഞങ്ങൾ പിന്നെ ഇങ്ങനൊക്കെ നിങ്ങൾ പറയുന്ന പോലെ വെള്ളത്തിൽ മുങ്ങിയില്ലേലും ഈ സ്നാനമേറ്റില്ലേലും ഈ കലവിലവിലാന്നൊന്നും പറഞ്ഞില്ലേലും ഞങ്ങൾ മരിച്ചാൽ ഞങ്ങളുടെ ആത്മാവിനെ സ്വർഗത്തിൽ പറഞ്ഞുവിടാനുള്ള വേണ്ടപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്, അവർ ഞങ്ങളുടെ ആത്മാവിനെ കയറ്റിവിട്ടോളുമെന്നൊക്കെ ആശ്വസിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് പാവങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ചിന്തകളുണ്ടെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഒരു ഭാഗം കൂടെ ചൂണ്ടിക്കാണിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വേഗത്തിൽ കൊണ്ടുവരികയാണ്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. യേശുക്രിസ്തു പറയുകയാ, ധനവാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ച് ദിനംപ്രതി ആഡംബരത്തോടെ സുഖിച്ചു കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, ഒരു മനുഷ്യൻ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പേര് പരിശുദ്ധാത്മാവ് പുസ്തകത്തിൽ എഴുതിയില്ല. ധനവാനായ മനുഷ്യൻ. അങ്ങനെ വേറെയുള്ള ആരെങ്കിലും ഉണ്ടോ? ധനമുള്ള ഒത്തിരി പേര് ഫിലദൽഫിയയിൽ ഉണ്ടാകും, പക്ഷെ അവർക്കൊക്കെ നല്ല പേരും കാണും. ആ പോകുന്ന ആരാന്നറിയാവോടി? ആരാ? പുള്ളി ധനവാനായ മനുഷ്യൻ. അങ്ങനെ ഒരു പേര് ഇവിടെ ആർക്കുമില്ല. എന്നാൽ പരിശുദ്ധാത്മാ പുസ്തകത്തിൽ എഴുതിയപ്പോൾ അവൻ്റെ പേരെഴുതിയില്ല. ആമേൻ. ധനവാനായൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു. പുസ്തകത്തിൽ പേരില്ലെങ്കിലും ജീവിതം പൊളിയാ. എത്ര പേർക്ക് മനസ്സിലായി? പുസ്തകത്തിൽ പേരില്ലെന്നല്ലേ ഉള്ളൂ, ജീവിതം പൊളിയ, അടിച്ച് പൊളിക്കുക. ധൂമ്രവസ്ത്രം, പട്ട്, ഡേ ബൈ ഡേ ആഡംബരത്തോടെ അടിച്ച് പൊളിച്ച് സുഖിച്ചങ്ങോട്ട് ജീവിക്കുക. ആമേൻ. പിന്നെ ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിലും പ്രശ്നമില്ല. റേഷൻ കാർഡിലുണ്ട്, ആധാറിലുണ്ട്, പാസ്പോർട്ടിലുണ്ട്, പാൻ കാർഡിലുണ്ട്, ക്രെഡിറ്റ് കാർഡിലുണ്ട്, ഡെബിറ്റ് കാർഡിലുണ്ട്, അങ്ങനെ എല്ലാ കാർഡിലും പേരുണ്ട്. പേഴ്സ് തുറന്നാൽ 50 കാർഡ് ഇരിപ്പുണ്ട്. പ്രൈസ് ദ ലോർഡ്. സകല കാർഡിലും പേരുണ്ട്, പുസ്തകത്തെ പേരില്ലെന്നല്ലേ ഉള്ളൂ. സാരമില്ല, അടിച്ചു പൊളിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ആമേൻ. അവൻ്റെ അടുത്ത് സുവിശേഷം പറഞ്ഞുകൊണ്ട് എന്നാൽ അവൻ ഓടിക്കും, കാരണം അവൻ ഒന്നിൻ്റെയും കുറവില്ല. എന്നാൽ അടുത്ത മനുഷ്യൻ നോക്ക്. ആമേൻ. ഒരു ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ വ്രണം നിറഞ്ഞവനായി അവൻ്റെ പടിപ്പുരക്കൽ കിടന്നു. അവന് പട്ടില്ല, ധൂമ്രവസ്ത്രമില്ല, എസ്റ്റേറ്റില്ല, റബ്ബറില്ല, ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും ഇല്ല. ആമൻ. ഒരു ദരിദ്രനായ, ആമൻ, ദേഹം മുഴുവൻ ആമൻ പുഴുത്ത വ്രണം ആയിട്ടിരിക്കുന്ന ഒരു ദരിദ്ര മനുഷ്യൻ. പക്ഷെ ഇന്ന് രാത്രി സ്തുതിക്കാൻ വകയുള്ളൊരു ദൂത് ഞാൻ പറയട്ടെ. അവൻ്റെ പേര് പരിശുദ്ധാത്മാ മറന്നു പോകാതെ പുസ്തകത്തിൽ കുറിപ്പിച്ചു. ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രൻ. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് സമ്പത്തില്ലെങ്കിലും, ജോലിയില്ലെങ്കിലും, വീടില്ലെങ്കിലും, കാറില്ലെങ്കിലും, പണമില്ലെങ്കിലും, എസ്റ്റേറ്റ് ഇല്ലെങ്കിലും, നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ട്. ആമേൻ. അതോർത്തു വേണം ദൈവത്തെ ആരാധിപ്പാൻ. ഹല്ലേലൂയ. അതോർത്തു വേണം ആരാധിക്കാൻ. എനിക്ക് ഈ ലോകത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും എൻ്റെ പേര് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. അവൻ്റെ പടിപ്പുരക്കൽ കിടന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. ഈ ആഡംബരക്കാരൻ തിന്നേച്ച് ചിലപ്പോൾ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടുന്നത് പോലും ആയിരിക്കാം ഒരുപക്ഷെ അവനെടുത്ത് കഴിക്കാൻ ആഗ്രഹിച്ചു. നായ്ക്കളും വന്ന് അവൻ്റെ വ്രണം നക്കും. പണമുള്ളവൻ ഒരു നമ്പറെ കുത്തി വിളിച്ചാൽ, ആമേ, ഡോക്ടറെ, ദേ എനിക്കൊരു ചെറിയ പനി പോലെ, അപ്പോഴേ ഡോക്ടർമാർ അവൻ്റെ മുറ്റത്ത് പാഞ്ഞെത്ത് ആംബുലൻസുമായിട്ട്. എന്നാൽ ഈ പാവപ്പെട്ടവനെ ചികിത്സിക്കാൻ 2 ഡോക്ടർമാർ ആരാ?
ഡോക്ടർ കൈസറും അല്ലേ, ഡോക്ടർ ടിപ്പു എന്നൊക്കെ പറയാം. ആമേൻ. MBBS അവർ വന്ന് നക്കുക, ക്ലീനിങ് അവരാണ്. നായ്ക്കളും വന്നവൻ്റെ വ്രണം നക്കും. എന്നാൽ ശ്രദ്ധിച്ചേ, ഭൂമിയിലെ കാര്യം ഒന്നും മാറി. രണ്ടുപേരും മരണപ്പെട്ടു, ചിത്രം മാറി. ഇന്ന് രാത്രി ചിന്തിച്ചോ, ഭൂമിയിൽ ജീവിക്കുന്ന ചിത്രമല്ല നിത്യതയിൽ, ചിത്രം നേരെ മാറി. ആമേൻ. അടുത്തത്, ആ ദരിദ്രം മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് രാത്രി വിളിച്ചു പറയാം, ധനവാനായാലും ശരി, ദരിദ്രനായാലും ശരി, ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, മരണം. ഒരു നാൾ ഒരു ദിവസം നിന്റെ ഭവനത്തിലും അവൻ കടന്നു വരും. വിളിക്കാത്ത അതിഥിയെപ്പോലെ നിനക്കാത്ത നാഴികയിൽ മരണമെന്ന അതിഥി നിന്റെ ഭവനത്തിൻ്റെ അകത്തും കടന്നു വരും. അതിന് നിന്റെ ആഡംബരമോ പണമോ ഒരു തടസ്സമല്ല. അകത്ത് കടന്നു വരും മരണം. ആമേൻ, ആമേൻ. ആ മരണം കടന്നു വന്നു. ആമേൻ. ലാസർ മരിച്ചു. പക്ഷെ എന്ത് സംഭവിച്ചു? ദൂതസംഘം ഇറങ്ങി വന്ന് അവൻ്റെ പ്രാണനെ അബ്രഹാം പിതാവ് ഇരിക്കുന്ന പർദീസയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ. ലാസർ മരിച്ചു, അവനെ അടക്കിയെന്ന് എഴുതിയിട്ടുണ്ടോ? മുമ്പത്തെ വാക്യം ഒന്നുകൂടി ഇട്ട്, 22 എന്നിട്ട് ആമേൻ. ശ്രദ്ധിച്ചേ. ആമേൻ. ലാസർ മരിച്ചു. ആ ദരിദ്രം മരിച്ചപ്പോൾ ദൂതന്മാരിറങ്ങി വന്ന് അവൻ്റെ ആത്മാവിനെ അബ്രഹാം പിതാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയെന്നാണ് വായിച്ചത്, അല്ലേ? ശ്രദ്ധിച്ചേ. ആ ദരിദ്രം മരിച്ചപ്പോൾ അവനെ അടക്കിയെന്ന് എഴുതിയിട്ടുണ്ടോ? പുസ്തകത്തിൽ ഉണ്ടോ? ഇല്ല. കാര്യം, ആ പട്ടി നക്കി വഴി കിടക്കുന്നവനെ ആരടക്കാൻ? ഇന്ന് രാത്രി അവിടെ ഞാനൊരു ചിന്ത പറയാം. പന്തക്കോസ്തിൻ്റെ അകത്ത് വരാൻ ചിന്തിക്കുമ്പോൾ ചിലർ ആദ്യം ചോദിക്കുന്നത് എന്തെന്നറിയാമോ? പാസ്റ്ററെ, നിങ്ങൾക്ക് സെമിത്തേരി ഉണ്ടോ? കൊല്ലാൻ വിളിക്കുന്ന പോലെ. ആമേൻ. എവിടെ അടക്കുമെന്ന് ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറാം. കുഞ്ഞെ, എവിടെ അടക്കുമെന്നുള്ളതല്ല വിഷയം, എങ്ങോട്ട് പോകുമെന്നുള്ളതാണ് വിഷയം. ഹല്ലേലൂയ. അവനെ അടക്കിയെന്ന് എഴുതിയിട്ടില്ല, കണ്ടോ? അവനെ അടക്കിയെന്ന് എഴുതിയിട്ടില്ല. പക്ഷെ എങ്ങോട്ട് പോയി? പർദീസയിലേക്ക് പോയി. എന്നാൽ അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. ആമേൻ. ധനവാനും മരിച്ചു, കാശുള്ളവൻ മരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അടക്കിയത് എഴുതി വച്ച. ഒരു കുത്തിനും കോമയ്ക്കും വരെ മർമ്മമുണ്ടെന്ന്. കാശുള്ളവൻ മരിച്ചപ്പോൾ നല്ല അടക്കം, നാട്ടുകാരൊക്കെ വന്നു, നല്ല പന്തൽ കെട്ടി, മട്ടൻ ബിരിയാണി വെച്ച് വിളമ്പി, റോഡിൽ കൂടെ വലിച്ചടച്ച് കൊണ്ടുപോയി. കുടുംബകല്ലറെ കൊണ്ടുചെന്ന് കൊച്ചമ്മയുടെ മുത്തച്ഛൻ്റെ ഒക്കെ ഇടയ്ക്ക് മാർബിൾ കെട്ടി അടക്കി. എല്ലാവരും പിരിഞ്ഞു. അപ്പച്ചൻ എങ്ങോട്ട് പോയി? പാതാളത്തിൽ യാതന അനുഭവിക്കാൻ പോയി. അങ്ങനെയെങ്കിൽ മറുപടി നിങ്ങൾ പറ. എവിടെ അടക്കുമെന്നുള്ളതാണോ വിഷയം? എങ്ങോട്ട് പോകുമെന്നുള്ളതാണോ വിഷയം? പറ. എങ്ങോട്ട് പോകുമെന്നുള്ളതാ വിഷയം. ആ ചിന്തയോടെ വേണം ഇന്ന് രാത്രി വണ്ടി ഓടിക്കാൻ. എങ്ങോട്ട് പോകും? ഹല്ലേലൂയ. ആമേ. നോക്ക്, മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെ അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അടുത്ത വാക്യം, അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. നോക്ക്, ധൂമ്രവസ്ത്രം ധരിച്ച് പട്ടം ധരിച്ച് ആഡംബരത്തോടെ മട്ടുപ്പാവിലിരുന്നപ്പോൾ സുവിശേഷം ഇച്ചിച്ചിയായിരുന്നു. സുവിശേഷം ഇവിടെ ബന്ധിക്കോസ് വന്ന് കിടക്കുന്നു, ആരും സഹായിക്കാനില്ല. നിലവിളിച്ചു, എന്നോട് കനിവുണ്ടാകണം. ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടത് അവനെ അയക്കണം. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ദൈവത്തിൻ്റെ മറുപടി വായിച്ചേ. ആമേൻ. അടുത്ത വാക്യം, അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ ഔവണ്ണം തിന്മയും പ്രാപിച്ചെന്ന് ഓർത്തു നോക്കാൻ പറഞ്ഞു. ഭൂമിയിലായിരുന്നപ്പോൾ നീ അടിച്ചു പൊളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായി പൊളിച്ച് ജീവിച്ചില്ലേ? എന്നാൽ ഈ മനുഷ്യൻ ഒരുപാട് തിന്മ അനുഭവിച്ചു, പുസ്തകത്തിൽ പേരുള്ളവനായി നിന്നു. ആമേൻ. മനസ്സിലായോ? എന്നാൽ അടുത്ത വാക്ക്, ആമേൻ, ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. ഇന്ന് രാത്രി അഭിഷിക്തന്മാരെ, ദൈവമക്കളെ, നമുക്കൊരാശ്വാസം ഉണ്ട്. അത് ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അത് കിട്ടത്തില്ല കേട്ടോ. ആശ്വാസം ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ ആശ്വസിപ്പാൻ അവൻ ഇടമുണ്ട്. അതുകൊണ്ട് പറയാം, നീയോ വേദന അനുഭവിക്കും. അടുത്ത വാക്യം വായിച്ചേ. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവെ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. എന്തിന്? ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരാനും പാടില്ല. എത്ര ക്ലിയറായി മരിച്ചു കഴിഞ്ഞിട്ട് ആത്മാവിനെ ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ കയറ്റിയിറക്കുന്നൊരു പരിപാടി നടക്കത്തില്ലെന്ന് പരിശുദ്ധാത്മാ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടും മരണശേഷം നിന്റെ ആത്മാവിനെ കയറ്റിയിറക്കാമെന്ന് ആരെങ്കിലും നിന്നോട് പറഞ്ഞെങ്കിൽ, സ്നേഹിത, നീ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. നടക്കില്ല. മരിച്ചിട്ടല്ല, ജീവിച്ചിരുന്ന്
നിത്യജീവൻ ഉറപ്പുവരുത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു ചോദ്യം വരും, പാസ്റ്ററേ നിങ്ങൾ പറയുന്ന പോലെ കൊട്ടിപ്പാടി കലവില പറഞ്ഞ് തമ്പേരടിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ടൊന്നും ഇല്ലെങ്കിലും എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നു. ഞാൻ ഇന്ന് വരെ ചോദിച്ചതൊക്കെ ദൈവം എനിക്ക് തന്നു. ആമേ. മാത്രമല്ല എന്നെ ദൈവം ഇടയ്ക്കിടയ്ക്ക് എല്ലാ കാഴ്ചകളും കാണിച്ചു തരും. കൃപാവരമൊക്കെ എനിക്കുണ്ട്. ഞാൻ സമ്മതിക്കുന്നേ, ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ നിത്യതയിൽ പോകുമെന്നാണോ? നിങ്ങൾ വീട്ടിൽ പോയി അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം വായിക്കണം. ഞാൻ എടുക്കുന്നില്ല, ഞാനിവിടെ നിർത്തുക. ആമേ. കൊർന്നേലിയോസ് എന്ന് പേരുള്ള പട്ടാളക്കാരൻ, അവനെക്കുറിച്ച് പെന്തക്കോസ്തുകാരല്ല, സ്വർഗം എഴുതി വെച്ചു ചില ക്വാളിറ്റി. 1, അവൻ ഭക്തനും. ആമേൻ. അവൻ കുടുംബത്തോടുകൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനും. 3, അവൻ ജനത്തിന് ധർമ്മം കൊടുക്കുന്നവൻ, പുണ്യപ്രവർത്തി ചെയ്യുന്നവനും. 4, എപ്പോഴും പ്രാർത്ഥിക്കുന്നവനും. നമുക്ക് പോലും ഇല്ലാത്ത യോഗ്യതയാണ്. എപ്പോഴും പ്രാർത്ഥിക്കുന്നു. പോരാ, അവൻ പകൽ ഏകദേശം 9-ാം മണി നേരത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനത്തിൽ ഒരു ദൈവദൂതൻ തൻ്റെ അടുക്കൽ അകത്തു വരുന്ന സ്പഷ്ടമായി കണ്ടു. 5-ാമത്തെ യോഗ്യത, ദർശനവും കണ്ടു. അധികാരി പട്ടാളക്കാരൻ. ദൂതൻ അടുത്തു വന്നു, കൊർന്നേലിയോസേ എന്ന് തന്നോട് പറയുന്നതും കേട്ടു. അവൻ ഭയപരവശനായി അവനോട് എന്താകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന് അവൻ എന്താ പറഞ്ഞത്? ആമേൻ. ഇപ്പോൾ നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ടോ. ഇവിടെ വെന്തിക്കോസുകാരൻ പ്രാർത്ഥിച്ച് അവൻ്റെ പ്രാർത്ഥന അന്തരീക്ഷ മണ്ഡലത്തിൽ ദുഷ്ടപിശാച് തടഞ്ഞു വെച്ചു. നമ്മൾ 21 ദിവസം ഉപവാസം വെച്ചു, സ്പെഷ്യലിസ്റ്റിനെ ഇറക്കി, അവൻ വന്ന് വെട്ടി പൊട്ടിച്ചൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന എവിടെ എത്തിക്കുന്നത്? സ്വർഗത്തെ എത്തിക്കുന്നത്. ദേ കിടക്കുന്നു, ഒരു തടസ്സവും ഇല്ലാതെ എന്ത് ചെയ്തു? അവൻ്റെ പ്രാർത്ഥനയും അവൻ്റെ പുണ്യപ്രവർത്തികളും എവിടെത്തി? സ്വർഗത്തിൽ ദൈവത്തിന് മുമ്പിലെത്തി. മറുപടിയായി ആര് വന്നു? ദൂതനും വന്നു. പക്ഷെ ചിന്തിച്ചോണം, ഇന്ന് രാത്രി ചിന്തിച്ചോണം. ദൂതൻ വന്നിട്ട് പറഞ്ഞ മറുപടി, നിന്റെ പ്രാർത്ഥനയും നിന്റെ പുണ്യപ്രവൃത്തിയൊക്കെ എവിടെത്തി? സ്വർഗത്തിലെത്തി. സന്തോഷം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് പറഞ്ഞ ഉപദേശിയെ വീട്ടിലോട്ടൊന്ന് വിളിപ്പിക്കണം. ഇനി ഒരു ചിന്ത ശ്രദ്ധിച്ചോണം. പട്ടാളക്കാരൻ അധികാരിക്ക് ദൂതനോട് ചോദിക്കാം, അല്ല ഒരു മിനിറ്റ് ദൂതൻ, ഒരു മിനിറ്റ്, എന്താ ഞാൻ ഭക്തനല്ലേ? യെസ്. കുടുംബമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? അതെ. നന്മ പ്രവർത്തി പുണ്യപ്രവർത്തി ചെയ്യുന്നില്ലേ? ആരെന്ത് ചോദിച്ചാലും കൊടുക്കണില്ലേ? ഉണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കുന്നില്ലേ? അതെ. ദർശനം കാണാനുള്ള കൃപ എനിക്കില്ലേ? ഉണ്ട്. എൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയില്ലേ? അതെ. മറുപടിയായിട്ട് ദൂതം വന്നില്ലേ? അതെ. ഇത്രയൊക്കെ ഉള്ള ഞാൻ പണ്ടങ്ങാണ്ട് മീൻ പിടിച്ചുകൊണ്ട് നടന്ന ഒരുത്തൻ ഇപ്പം വെള്ള ജുബാക്കെ ഇട്ട് നടക്കുന്നു. ആ പുള്ളിയല്ലേ ഈ പത്രോസ് എന്ന് പറഞ്ഞ ആൾ? പുള്ളി പണ്ട് മീൻ പിടിക്കാനൊക്കെ നടന്ന ആളല്ലേ? ഇപ്പോഴല്ലേ ജുബാക്കെ ഇട്ട് ഉപദേശി പണിക്കാണ്. ഇയാളെയൊക്കെ എൻ്റെ വീട്ടിൽ വിളിപ്പിക്കണമെന്ന് എന്തിനാ? എൻ്റെ കുടുംബത്തിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ അറിയാമോ? ദൂതൻ എന്താ ഈ പറയണേ? ആമേ. നോക്ക്, ദൂതനൊരു മറുപടി പറയാനുണ്ട്. കൊർന്നേലിയോസേ, നിന്റെ പ്രാർത്ഥനയും നിന്റെ ധർമ്മപ്രവർത്തികളും എവിടെ എത്തി? സ്വർഗത്തിലെത്തി. പക്ഷെ നീ അവിടെ എത്തത്തില്ല. ഇന്ന് രാത്രി പറയാം, സഹോദര സഹോദരി, നീ മോശക്കാരി ആയതുകൊണ്ടല്ല സ്വർഗം പറയുന്നത്. നീ ഭക്തയാ, നീ ദൈവഭയമുള്ളവനാ, നീ നന്മ ചെയ്യുന്നവനാ, നീ പ്രാർത്ഥിക്കുന്നവളാ, നീ ദർശനം കാണുന്നവളാ. അതുകൊണ്ട് പറയാം, ഇത്രയും യോഗ്യതയുള്ള, ഇത്രയും നന്മയുള്ള നീ ഒരിക്കലും നിത്യനരകത്തിൽ പോകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് ഉപദേശം വിളിപ്പിക്കാൻ പറഞ്ഞു. 44-ാം വാക്യം വായിക്കുമ്പോൾ വിളിപ്പിച്ചു. പണ്ട് മീൻ പിടിച്ച് നടന്ന ഉപദേശം വിളിപ്പിച്ചു. പത്രോസ് ഈ വാക്കുകളെ പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പൊ ചോദ്യം, ഈ 5 ക്വാളിഫിക്കേഷൻ ഇവനുണ്ടായപ്പോഴും എന്തില്ല? അതുകൊണ്ട് ഭക്തനായി ജീവിക്കാനൊന്നും പരിശുദ്ധാത്മാവ് വേണമെന്നൊന്നും ആരും പറയണ്ട. പുണ്യപ്രവർത്തി ചെയ്യാൻ പരിശുദ്ധാത്മാവ് വേണമെന്നൊന്നും പറയണ്ട. പക്ഷെ നിത്യതയിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നു കണ്ട് വിസ്മയിച്ച്, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവരെ സ്നാനം കഴിപ്പിച്ചുകൂടാണം, വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയുമെന്ന് പറഞ്ഞു. അവർ എന്ത് ചെയ്തു? സ്നാനമേറ്റു. അപ്പോഴാണ് അവരെങ്ങോട്ടുള്ള യോഗ്യത നേടിയത്. ഇന്ന് രാത്രി ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം.